തോമസ് മുല്ലക്കൽ പാസ്റ്റർ ലൈനിലുണ്ടല്ലോ. സ്തോത്രം. നീ ഇതിനെപ്പറ്റി പ്രതിഫലത്തെപ്പറ്റി കണ്ടിന്യൂ ചെയ്യണം. ദൈവാത്മാവ് എൻ്റെ കൂടെ പ്രേരണ വന്നു. സ്തോത്രം. ഈ ഒത്തിരി ഭാഗങ്ങളുണ്ട് കർത്താവ് പഠിപ്പിച്ച പ്രതിഫലത്തെ പറ്റി. അപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവിൽ മാത്രം. ആത്മാവ് പറയുന്ന മാത്രം, പരിശുദ്ധാത്മാവ് പറയുന്ന മാത്രം ചെയ്തു കഴിഞ്ഞാൽ അതിനാ ആത്മാവിനെ ദൈവം നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവും, ഇതിൽ കൂടെ നടന്നുകൊള്ളുക എന്ന ദൈവത്തിന്റെ കഷ്ടത്തിന് വെള്ളവും ഞെരുക്കത്തിന്റെ അപ്പവും തന്നാലും നിന്റെ ഉപദേശിച്ച ഒരു കാലത്തും മറഞ്ഞിരിക്കത്തില്ല. അതുകൊണ്ട് ദൈവാത്മാവിനെ അനുസരിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാ ദൈവത്തിന്റെ മക്കൾ. ദൈവങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. കർത്താവെ വേണ്ടി ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് തരും. ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ വാക്കിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ നിങ്ങളോട് സ്വയം ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ നിങ്ങളെ കഴുകിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിന് എന്നവണ്ണം ചെയ്യുവാൻ, തിന്നാലും കുടിച്ചാലും കർത്താവിന് എന്നവണ്ണം ചെയ്യുവാൻ തൊക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യം വരണമേ, ദൈവ ഇഷ്ടം നടക്കണമേ, ദൈവനാമം മഹത്വപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയധികമായി പാരണമേ. പിതാവേ കേൾപ്പെടാറുണ്ട്. ആമേൻ. പണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ഒന്ന് പറയണേ. എന്താ, നമ്മുടെ ആ ഒരു ചർച്ചിന്റെ അടുത്തെങ്ങാണ്ട് ഒരു പുറമ്പോക്കി താമസിച്ചുകൊണ്ടിരുന്നവർക്ക് ആ കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ച വിഷയം ബാലസിംഹങ്ങൾ ഇരവിട്ടാതെ വെച്ചെന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ആ ഭാവം ആ അനുഭവം ഒരു പ്രാവശ്യം കൊണ്ടു പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ായ ദൈവദാസന്മാര്, ദൈവമക്കള് എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹോദരത്തെ അറിയിക്കുന്നു. നമ്മൾ രാവിലെ മുതൽ ശക്തമായ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. തുടർച്ചയായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഉത്സാഹം നൽകുന്നതായ ശക്തമായ വചനങ്ങൾ, വിവിധ നിലകൾ, വിവിധ അനുഭവങ്ങൾ കൂടെ കർത്താവിന്റെ ദാസന്റെ ദാസിയിൽ നമ്മൾ കേൾക്കുകയായിരുന്നു. ദിവസങ്ങളില് നമ്മുടെ ജീവിതം നമ്മുടെ ആദ്യത്തെക്കാൾ നമ്മുടെ അവസാനം നന്നായിരിക്കുവാൻ തക്കവണ്ണം അതിനു വേണ്ടിയുള്ളതായ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിന് എപ്രകാരമായിരിക്കണമെന്ന് നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ പുറകിലേക്ക് വലിച്ചു കളയുന്നതായ പലവിധമായ അനുഭവങ്ങളെ കുറിച്ച് അനേക ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസത്തിലായതിനും പൂർത്തിയായ കർത്താവിനെ നോക്കി ഓടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസൻ പ്രതിഫലങ്ങളെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ ഒരിക്കൽ കൂടെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമാനാകും. കർത്താവിന്റെ ദാസൻ പറഞ്ഞതായ ആ കാര്യത്തെക്കുറിച്ച് ഈ വചനവുമായി ചേർന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങള് ആലപ്പുഴയിലായിരുന്ന സമയത്ത് ആലപ്പുഴ ഞാൻ ICTS ശാസ്ത്രജ്ഞനായി ഞാനവിടെ ഒരു വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നടന്നതായ ഒരു സംഭവം ഞാൻ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇങ്ങനെയാണ് പിന്നെ അവിടെയുള്ളതായ ചർച്ചയോട് അടുത്ത് തന്നെ ഒരു ഭവനത്തിന് സ്തോത്രം വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭവനമാണ്. ആ ഭവനത്തിൽ ആക്ച്വലി ഒരു മാതാവ് പ്രിയ പിന്നെ മകളുമായി താമസിക്കുകയാണ്. അവരുടെ ഭർത്താവ് മരിച്ചുപോയതാണ്. അങ്ങനെ ഈ മകളെ പഠിപ്പിച്ചത് വളരെ ഒരു ചെറിയൊരു ചരിപ്പ് മാത്രമാണ്. ചെറിയൊരു ചേരിയുടെ പ്രദേശം പോലെ തന്നെ ഓനെ കൊണ്ട് മറച്ച് അതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം സ്തോത്രം അങ്ങനെ താമസിക്കുന്ന ഭക്ഷണവും കിടപ്പും എല്ലാം അവിടെ തന്നെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു. അവർക്ക് അത് കിടന്നത് പുറമ്പോക്കിലാണ് കിടന്നത്. അങ്ങനെ കിടക്കുന്നതായ സമയത്ത് ഒരു ദിവസം പ്രിയ മകളോട് ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നേരം പഠനത്തിന് വേണ്ടി പോയി, നേഴ്സിംഗിന്റെ പഠനം കഴിഞ്ഞു, ഇനി എന്താണ് അടുത്ത കാര്യം, എന്താണ് കൊച്ചിന് ജോലി വരണം നോക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്താണ് ഈ മാതാവ് മകളോട് പറഞ്ഞു, സ്തോത്രം മോളെ നമുക്ക് ഇന്ന് ആരാധനയ്ക്ക് പോകാം. അതിനോടനെ പറഞ്ഞു, നമ്മുടെ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു, പക്ഷെ എന്നാലും ദൈവം ഇതിനൊന്നും മറുപടി ഒന്നും തരുന്നില്ല, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അവസ്ഥകളും. ഈ മാതാവ് പ്രിയ മകളെ ഉത്സാഹിപ്പിച്ചു. അങ്ങനെയല്ല മോളെ, എഴുന്നേറ്റ് നമുക്ക് രാവിലെ നമുക്ക് ഇവിടെ അടുത്ത് തൊട്ടപ്പുറത്ത് ചർച്ചുണ്ട്. ചർച്ചിൽ നമുക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ മകള് വരാറുള്ളൂ. എന്നാൽ ഈ മാതാവ് സ്ഥിരമായി ഇവിടെ പോകാറുണ്ട്.
അന്ന് ഈ സൂക്ഷ്മം പോലെ ആക്ച്വലി മകളോട് പറഞ്ഞു, വളരെ മകൾ കേട്ടു, അവൾ അനുസരിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവള് പിന്നെ രാവിലെ ഒരുങ്ങി അവർ റെഡിയായി ആരാധനയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതായ സമയത്ത് അവരുടെ വീട്ടിലേക്ക് ആക്ച്വലി ഒരു 2-3 പേരിങ്ങനെ കയറി വരുന്നു. നമുക്ക് മനസ്സിലായില്ല. അവർ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പിന്നെ നല്ല നമ്മുടെ സാധാരണ കാണുന്ന വിശ്വാസികളല്ല, പുതിയ ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത്ര വീടിന്റെ അടുത്തേക്കാണ് വരുന്നത്. കാരണം ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ വീട്. ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വീടുകൾ കൊണ്ട് ഈ മതിലിന്റെ ഈ ചർച്ചിലോട്ട് പോകുന്ന വഴിയും അതുപോലെ ഇവർ താമസിക്കുന്ന പുറമ്പോക്ക് ഭൂമിയിലേക്കുള്ള അവിടെ 2 വേറെ വീടുകളുണ്ട്. അവിടേക്കുള്ള വീടും എന്ത് ചെയ്യുക വഴിയും അടുത്തടുത്താണ്. അന്നേരം അങ്ങനെ പിന്നെ ഇതുവഴി അവർ കടന്നുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, അയ്യോ പിന്നെ നിങ്ങൾ ചർച്ചിലോട്ട് വന്നതാണെങ്കിൽ ഇതാണ് ചർച്ച്, വീട്ടിലോട്ട് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞു. അന്നേരം ആ സമയത്ത് തന്നെ ഈ മകളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട് ആരാന്നറിയാൻ വേണ്ടി. അന്നേരം അവർ വന്ന സമയത്ത് നിങ്ങൾ വിശ്വാസികളാണോ? അങ്ങനെ വിവരം തിരക്കി. അന്നേരം ഉടനെ വിശ്വാസികളാണ്, ഇതാരാ മകളാണോ എന്ന് ചോദിച്ചു. എന്തോ കഴിഞ്ഞു, പഠനം എന്തോ കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചു. അന്നേരം ഉടനെ പറഞ്ഞു ഇപ്പൊ നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ നോക്കുക അവരുടെ ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പിന്നെ 2 ഓലമറ ഉള്ളി മാത്രമുള്ള വീടാണ്. പക്ഷെ എന്നാൽ സ്തോത്രം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മകൾ ഒരുങ്ങി നിന്നു, അവളെ അവർ കണ്ടിരുന്നു. അതിനുശേഷം ഉടനെ യോഗത്തിന് വേണ്ടി അവരുടെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ കടന്നു പോയിരുന്നു. പ്രാർത്ഥിക്കുന്നത് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതായ സമയത്ത് കർത്താവിന്റെ ദാസൻ ഇവര് ശരിക്കും പറഞ്ഞ അമേരിക്കയിൽ നിന്ന് വന്നവരാണ്. ഒരു പക്ഷേ അവർ ന്യൂയോർക്കിൽ നിന്നുള്ള കേൾക്കുന്നതും അറിയത്തില്ല. അതിന് ഈ ന്യൂയോർക്കിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ്. എന്നാൽ ഇവര് ഈ മകന്റെ വേണ്ടിയാണ്, വിവാഹത്തിന് വേണ്ടി വന്നതാണ്. അതായത് പലയിടങ്ങളിൽ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം ഉടനെ അതൊന്നും ഒത്തു വന്നില്ല. അന്നേരം ഉടനെ അങ്ങനെ വരാഞ്ഞത് കൊണ്ട് ആക്ച്വലി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം തിരിച്ചു പോകാം, ഈ ആഴ്ചത്തെ ആരാധനയും കഴിഞ്ഞ് അതിനുശേഷം തിരിച്ചു പോകാമെന്നുള്ള ചിന്തയിൽ അവർ ഇരിക്കുന്നതായ സമയത്താണ് ഈ ആഴ്ചയോടെ വരുന്നത്. അതിനുടനെ ആ പാസ്റ്റോടെ അതിനുശേഷം പാസ്റ്റോടെ പിന്നെ ഈ പയ്യന്റെ ചില പേരൻസ് അടുത്ത് താമസിക്കുന്ന ആ വീട്ടിലുള്ള പിന്നെ അവരെ കുറിച്ച് അന്വേഷിച്ചു. പയ്യ പാസ്റ്റർ അവര് പാവപ്പെട്ടവരാണ്, വളരെ ആ മാതാവ് വളരെയധികം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, വളരെയധികം ദൈവസന്നിധിയിൽ കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാതൃകയുള്ളതാണ്. ആ കുഞ്ഞും അതുപോലെ തന്നെ മാതൃകയുള്ളതാണ്. അവൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ, ഇവിടെ ഉള്ള സമയത്തൊക്കെ അവളോട് വരാറുണ്ട്. എങ്കിലും വളരെ കുറച്ച് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. നന്നായി പഠിക്കുകയും മറ്റും ചെയ്യുന്നതാണ്, പഠനം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന കാര്യങ്ങളും പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ പറഞ്ഞു മകന് വേണ്ടി വിവാഹം. അയ്യോ പാസ്റ്ററെ നിങ്ങൾ മനസ്സിലാക്കി, അവരുടെ അവസ്ഥ മനസ്സിലാക്കി. അവർക്ക് ആരുമില്ല. അവരുടെ പിന്നെ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ പിന്നെ മദ്യപാനം മൂലം നഷ്ടമായി പോയി അവസാനം അവിടെ താമസിക്കേണ്ട അവസ്ഥ വന്നതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പറയുന്നത്, അവർ പറഞ്ഞു ആ പെൺകുട്ടിയെ അവർക്ക് സന്തോഷമാണ്. അന്ന് ഉച്ചയ്ക്ക് ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉടനെ പിന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 1 മാസത്തിനുള്ളിൽ, 1 മാസം എടുത്തില്ലെന്ന് തോന്നുന്നു ആക്ച്വലി, കൃത്യമായി ഓർക്കുന്നില്ല, ഉടൻ തന്നെ അതിന്റെ വിവാഹത്തിന്റെ കാര്യം നടന്നു. ആക്ച്വലി 1 മാസത്തിനുള്ളിൽ അന്നേരം വിവാഹം നടക്കാൻ കൊണ്ട് ഇടയായി തീർന്നു. അന്നേരം ആ പാസ്റ്റർ, അന്നേരം സഭയിലുണ്ടായിരുന്ന ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു, ഈ മാതാവ് ഈ മകളോട് പറയുന്ന ഒരു വാക്യമാണ്. അത് ഞാൻ പറഞ്ഞ കാര്യം, മകളോട് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, ചർച്ചിൽ മിക്കവാറും സാക്ഷ്യത്തിന് പറയുന്ന വാക്യമാണ്, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ തന്റെ യഹോവയെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. പ്രദേശത്ത് താമസിക്കുകയാണ്. എങ്ങനെയാണ് ഇനി അടുത്ത ദിവസത്തെ കാര്യമെന്ന് അറിയത്തില്ല, ഇനി ഭാവി എന്തായിത്തീരും എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ എന്നാൽ ഒരു കാര്യം എന്ത് ചെയ്തു, അന്ന് ആരാധനയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തു. മകൾ അത് അനുസരിച്ചു, അവളത് കേട്ടു. അങ്ങനെ ഒരുങ്ങി റെഡിയായി നിൽക്കുന്ന സമയത്ത് കർത്താവ് കൃത്യമായ സമയത്ത് ആ ഭവനത്തിലേക്ക് അയച്ചു. ആ ചേരി മാറ്റി അവരടുത്ത് എനിക്കൊന്ന് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ആലപ്പുഴയിൽ തന്നെ ഒരു ഭവനം അവർക്ക് വേണ്ടി വാങ്ങിച്ചു. അങ്ങനെ അവർ വാങ്ങിച്ച് ആ ഭവനത്തിൽ നിന്നാണ് ആക്ച്വലി വിവാഹത്തിന് വേണ്ടി കടന്നുപോയത്. അതൊരു ആ കാര്യമാണ് ആക്ച്വലി കർത്താവിന്റെ ദാസം പറയാൻ കൊണ്ട് ഇടയായിത്തീരുന്നത്. കാരണം നമ്മൾ ദൈവത്തെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നമ്മൾ സേവിക്കുന്നതായ സമയത്ത് നമുക്കറിയുകയില്ല, സാധ്യതകളൊന്നും പക്ഷേ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുകയില്ല. പക്ഷെ എന്നാൽ നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുക, നമ്മുടെ ജീവിത വിശ്വാസവും വിശുദ്ധിയും നമ്മൾ സൂക്ഷിക്കുക. കർത്താവ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് തന്റെ ബലമുള്ള കരങ്ങളിൽ എന്ത് ചെയ്യുക, ആലസ്യങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്ന എന്റെ ഭക്തന് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. ക്രൈസ്തവ അലരിയ ഇതുമായി ചേർന്നാണ് ആക്ച്വലി വേറൊരു ദൈവത്തിന്റെ ഭാഗം
ചിന്തിക്കുവാൻ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുമായി ചേർത്താണ് ഞാൻ ചിന്തിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. എഫെസ്യർ 2:8 മുതൽ 10 വരെ. നിങ്ങൾ വിശ്വാസപൂർവ്വം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ അറിയാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. അപ്പോൾ പൗലോസ് നമ്മുടെ വിളിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവം നമ്മളെ എന്തിനു വേണ്ടിയാണ് തന്റെ കൈപ്പണിയായി നിർമ്മിച്ചത്, അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പറയുന്നതായ ഭാഗമാണ്. എന്നാൽ അത് പറയുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാണ്, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്നുള്ളതായ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പൗലോസ് പറയുകയാണ്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അദ്ദേഹം പറയുന്ന കാര്യം, നമ്മുടെ ജീവിതം നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികളൊന്നും അല്ല നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നതോ, അതല്ലെങ്കിൽ ദൈവം നമ്മളെ തുടർന്നും അനുഗ്രഹിക്കുന്നതിന് കാരണമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളോ ഒന്നും അല്ല. മറിച്ച് എന്താണ് ആക്ച്വലി നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. ആദ്യം പറയുന്ന കാര്യം എന്താണ്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. അന്നേരം ഒന്നിനും നമ്മൾ കാരണമല്ല. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ദാനവും ആണ്. നമ്മൾ ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലൊക്കെയും മനസ്സിലാക്കേണ്ടതായ, അന്യനിമിഷം തിരിച്ചറിയേണ്ടതായ ഒരു കാര്യമാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിനൊന്നും നമ്മൾ കാരണമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടതിനോ, അതല്ലെങ്കിൽ നമ്മൾ ദൈവകൃപയിലായിരിക്കുന്നതിനോ, അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നതിനോ, അതല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഏതെങ്കിലും നിലകളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതിനോ ഒന്നും അത് ആക്ച്വലി നമ്മുടെ മെറിറ്റല്ല. മറിച്ച് എന്താണ്? അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതെല്ലാം ദൈവം തരുന്നതായ ദാനമാണ് എന്നുള്ള കാര്യം പറയുക. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആരും പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് വേണ്ടിയാണ്. നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരൊക്കെ എത്രയെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും പ്രശംസിക്കുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ കാരണം എന്താണ്? സ്തോത്രം, നമ്മുടെ പ്രവൃത്തികളിൽ പ്രശംസിക്കുവാൻ കഴിയുകയില്ല. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ ദാനം മാത്രമാകുന്നു. ഈ ഭാഗമായിട്ട് ചേർന്ന് നമുക്ക് 1-2 വാക്യങ്ങളോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കും. ലൂക്കോസ് സുവിശേഷം 17. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിലിരിക്ക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളും അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യാം, പിന്നെ നീയും തിന്നുകുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ച ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീ. യേശുക്രിസ്തു പറയുന്നതായ ഒരു ഉദാഹരണം പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞത്. അത് ആദ്യം ലൂക്കോസ് സുവിശേഷം 1-ാം വാക്യത്തിൽ 17:1 പറയുന്നുണ്ട്. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇത് പറയുന്നുണ്ട്. അതായത് പിന്നെ അതിനുശേഷം 5-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിനുശേഷമായിട്ടാണ് കർത്താവ് ഇവരോട് പറയുന്നതായ ഒരു കാര്യം 7-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ദാസൻ എന്നാണ് അർത്ഥം. ആക്ച്വലി ഉഴുകയോ അല്ലെങ്കിൽ മേയ്ക്കുകയോ ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നതായ ഒരു വ്യക്തി ആ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതായ സമയത്ത് ആ യജമാനൻ പറയുമോ എന്നാ ചോദിക്കുന്നത്. എന്താ വന്നേ ഇല്ലയോ, ഇത്രത്തോളം കിടന്ന് വളരെ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് വാ ഡൈനിങ് ടേബിളിലോട്ട് ഇരിക്കുക, വന്നിരുന്ന ശേഷം ഉടനെ ഞാൻ നിനക്ക് വിളമ്പി തരാം എന്ന് പറയുമോ? അല്ലെങ്കിൽ ഊണിരിക്ക എന്ന് ക്ഷണത്തിൽ പറയുമോ? അർത്ഥം എന്താണ്? റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്.
കാരണം അതിനകത്ത് തന്നെ എന്തോ ഉണ്ട്, ഉത്തരമുണ്ട്, ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. അതിന് പറയാണ് ഇല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. അല്ല എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീ തിന്നു കുടിച്ചു കൊടുക്കുക എന്ന് പറയുകയില്ലയോ? അന്നേരം ഇങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഈ ദാസനോട് വന്നിരുന്നതിന് ശേഷം വന്നിരുന്ന് മേശയിൽ ഇരുന്ന് നീ ഒരു കാര്യം ചെയ്യ്, നീ കഴിക്ക്, ഞാൻ വിളമ്പിത്തരാമെന്ന് പറയത്തില്ല. മറിച്ച് ഇവനോട് തിരിച്ചു പറയുന്നത് എന്താണ്? എനിക്ക് ആഹാരം കഴിക്കാൻ സമയമായി, അല്ലെങ്കിൽ എന്റെ ഉച്ചഭക്ഷണം അല്ലെ അത്താഴം കഴിക്കാൻ സമയമായി, അതുകൊണ്ട് എനിക്ക് നീ അരകെട്ടി നീ എനിക്ക് എത്രയും വേഗം എന്ത് ചെയ്യുക, ഈ ആഹാരമെല്ലാം എനിക്ക് വിളമ്പി തരിക. അതായത് ഞാൻ ഭക്ഷിച്ചതിന് ശേഷം, താൻ ഭക്ഷിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ നീ എന്ത് ചെയ്യുക, ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറയത്തില്ലയോ? അന്നേരം അത് ഒരു കാര്യം വരുമ്പോൾ സമയത്തുള്ളതായ വെൽക്കം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ചിലപ്പോൾ കടുപ്പമാണ്. തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവനോട് നന്ദി പറയുമോ? ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഉടനെ ഇവ ഇത്രയെല്ലാം ചെയ്തു, അതുകൊണ്ട് അവർ താങ്ക്സ് പറയുമോ? നമുക്കറിയാം അമേരിക്കയിൽ ആ കാര്യത്തിന് വളരെ പ്രാധാന്യമാണ്. താങ്ക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാപം ചെയ്യുന്നത് പോലെ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അന്നേരം നമുക്ക് ഈ കോണ്ടക്സ്റ്റിൽ നമ്മൾ ആ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഈ കാര്യം ചോദ്യത്തിനകത്ത് എങ്ങനെയാണ് ഈ ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. ഇത് വേറെ ആരും ഒരു കർത്താവ് തന്നെയാണ് ചോദിക്കുന്നത്. എന്നാൽ ആയിരിക്കുന്ന ആ സാമൂഹ്യ മണ്ഡലത്തില് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ ബോണ്ടഡ് സെർവന്റ് ആണ്, അല്ലെങ്കിൽ അവര് കെട്ടപ്പെട്ട അടിമകളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമകളാണ്. എന്നാൽ ഈ അടിമകളെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്ത് ഏതാണ്ട് എബ്രഹാം ലിങ്കന്റെ കാലഘട്ടം വരെയും അതിനുശേഷം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ വർഷങ്ങളുടെ പോരാട്ടങ്ങൾക്ക് ശേഷമായിട്ടാണ് ഈ രാജ്യത്ത് എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കിയത് നമുക്ക് കാണാൻ തക്കവണ്ണം ഇടയാണ്. അന്നേരം ഇവിടെയുള്ളതായ സമയത്ത് ഈ കറുത്ത വർഗ്ഗക്കാരായ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ചിന്തിച്ചിരുന്നത് എന്തായിരുന്നു? അവരെ കുറിച്ച് സബ്ഹ്യൂമനായിട്ടാണ് ചിന്തിച്ചിരുന്നത്. മനുഷ്യർക്കും മൃഗത്തിനും ഇടയ്ക്കുള്ളതായ ഒരു വിഭാഗം ആൾക്കാരെന്നായിരുന്നു അവരെ കുറിച്ച് ചിന്തിച്ചത്. അന്നത്തെ ഇവിടെയുള്ളതായ പാസ്റ്റർമാർ പോലും അന്ന് പ്രസംഗിച്ചതായ വിഷയം ഇങ്ങനെയായിരുന്നു. അവർക്ക് ഇതേപോലെയാണ്, മനുഷ്യരല്ല, എന്നാൽ ആക്ച്വലി മനുഷ്യർക്കും മൃഗങ്ങളുമല്ല, അതിനിടയ്ക്കുള്ള ഒരു വിഭാഗം മനുഷ്യരാണെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അന്ന് തിയറി ഓഫ് ഇവല്യൂഷന്റെ അങ്ങനെ പരിണാമ സിദ്ധാന്തം പോലെയുള്ളതായ സിദ്ധാന്തങ്ങൾ മറ്റും ആക്ച്വലി അതിന് സപ്പോർട്ട് ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ചിരുന്നത് ഈ പരിണമിച്ച് വന്നതാണ്. അങ്ങനെ പരിണാമത്തിന്റെ ഘട്ടത്തിൽ ആക്ച്വലി മനുഷ്യരിലേക്ക് വന്നില്ല. അന്നേരം അതിന് മുമ്പ് വെച്ച് ഉള്ളതായ ഒരു ജീവിയാണ് എന്ന രീതിയിലാണ് ഈ കറുത്ത വർഗ്ഗക്കാരായ മനുഷ്യരെ അവർ കണ്ടിരുന്നത്. അന്നേരം ആ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അന്നേരം ആ കാലങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നതായ പലസ്തീനിന്റെ ചുറ്റുപാടുകളിൽ ഇതേപോലെ തന്നെയായിരുന്നു. അതൊരു കമ്മോഡിറ്റി ആയിരുന്നു. കാര്യം ചെയ്യുന്ന ഒരു ആവശ്യം ഒരു ഭവനത്തിൽ മൃഗങ്ങളെ കൊണ്ട് ഒഴുകാൻ ഉപയോഗിക്കുന്ന പോലെ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഈ മനുഷ്യരെ ഉപയോഗിച്ചുള്ളൂ. അന്നേരം ഉടനെ അവർക്ക് യാതൊരു എന്തുമില്ല, വാല്യൂ ഇല്ല. അന്നേരം ആ യജമാനൻ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്റെ വീട്ടിൽ വളർത്തുന്നു, ഒരു മൃഗത്തെ വളർത്തുന്നു, തന്റെ ആജ്ഞാനുസരണം കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, കർത്താവ് ഈ ഉദാഹരണം പറയുന്നത്. അന്നേരം ആ അർത്ഥത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ പഠിക്കാവൂ. പലസ്തീൻ നടന്നതായ ആ കാര്യത്തിൽ നമ്മുടെ ഇന്നത്തെ കാര്യം വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ പലപ്പോഴും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പ്രയാസമുണ്ട്. അന്നേരം ഇന്ന് നമ്മൾ പറയും തീർച്ചയായിട്ടും താങ്ക് യു പറയുമെന്ന് പറയും, ഇല്ലേ? അന്നേരത്തേക്ക് തന്നോട് കൽപ്പിച്ച ദാനം ചെയ്തുകൊണ്ട് അവർ താങ്ക് യു പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയും തീർച്ചയായും താങ്ക് യു പറയും, ഇല്ലേ? പക്ഷെ എന്നാൽ അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിക്കുന്ന ആ കാലത്ത് പറയുന്നത്. ഇല്ല, ആ ഒരു നന്ദി പോലും എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കേണ്ട. എന്നിട്ട് അടുത്ത വാക്യം എന്താ പറയുന്നത്? 10-ാം വാക്യം, നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. അന്നേരം ഇവിടെ പറയുകയാണ്, തന്നോട് കൽപ്പിച്ചതെല്ലാം ചെയ്തതിന് ശേഷം അവർ പറയേണ്ട ഒരു വാക്യം എന്താണ് പറയേണ്ടത്? പറയേണ്ട ഒരു വാക്യം എന്താണ്? ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. അപ്പോൾ ശിഷ്യന്മാരോടാണ് പറയുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കും എന്താണ് അപ്ലൈഡ് ആണ്. അതിൽ പറയുന്നത് എന്താണ്? അങ്ങനെ നിങ്ങളും അങ്ങനെ തന്നെ പറയുക. നമ്മൾ നേരത്തെ വായിച്ചത് എഫെസ്യർ വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വായിച്ചു, കർത്താവ് നമ്മളെ എന്തിനു വേണ്ടിയാണ്? തന്റെ കൈപ്പണിയായി സൃഷ്ടിച്ച് എന്തിനു വേണ്ടിയാണ്? സൽപ്രവർത്തികൾക്ക് വേണ്ടിയായിട്ടാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെ ആക്കിയത്. നമുക്ക് അറിയാം, ആരാധനയും പാട്ടും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ എന്നാൽ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചതായ ഒരു ദൗത്യം, സൃഷ്ടിച്ചതായ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ ക്രിസ്തു ജീവിതത്തിൽ മറക്കാതെ ഓർത്തിരിക്കേണ്ടതാണ്. സ്തോത്രം.
ഇവിടെ പറയുന്ന കൈപ്പണി എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്. രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് ഇന്റർചേഞ്ച് നമുക്കത് ചിന്തിക്കാം. അന്നേരം ഇവിടെ കൈപ്പണി എന്ന് പറയുന്ന കാര്യത്തിൽ അതെന്താ അർത്ഥമുണ്ട്? കയ്യും കൊണ്ട് മെനഞ്ഞെടുത്തത്, കയ്യും കൊണ്ട് രൂപകൽപ്പന ചെയ്തത്. നമുക്കറിയാം, സകല ജീവജാലങ്ങളെയും അല്ലെങ്കിൽ ഭൂമിയെയും പ്രപഞ്ചത്തെയും സകലത്തെയും ദൈവം തന്റെ വാക്കുകളിലോട് കൽപ്പിച്ചപ്പോൾ ദൈവം ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന് എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ നിന്ന് തന്റെ കൈ ചേറിൽ എന്ത് ചെയ്തു? മുക്കി. അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപം, ആദമിന്റെ രൂപം എന്ത് ചെയ്തു? ദൈവം ആ മണ്ണിനകത്ത് ഉണ്ടാക്കി. ആ മണ്ണിനകത്ത് ഉണ്ടാക്കിയതിനു ശേഷമായിട്ടാണ് അതിലേക്ക് എന്ത് ചെയ്തത്? മൂക്കിലേക്ക് ജീവശ്വാസം ഊതി എന്ന് കാണാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിന്റെ കൈ കൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുത്തതാണ്. അന്ന് മാത്രമല്ല, നമ്മളെല്ലാവരെയും കർത്താവ് എന്ത് ചെയ്യാണ്? തന്റെ കൈപ്പണിയായിട്ട്, തന്റെ കയ്യിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമല്ല, മാസ് പ്രൊഡക്ഷൻ അല്ല. നമുക്കൊരു പേന നമ്മൾ ഉപയോഗിക്കുന്നു. ആ പേനയെ ഒരിക്കലും ഒരുപക്ഷെ അതിന്റെ ഓണർ കണ്ടു കാണത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഫോൺ ഉപയോഗിക്കുന്നു. ഈ ഫോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നമ്മുടെ ഇതിന്റെ മേക്കർ, ഇതിന്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിളിന്റെ ഐഫോണിന്റെ ആ ടിം കുക്ക് എന്ന് പറയുന്നതായി അതിന്റെ CEO, അദ്ദേഹം ഒരുപക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. എവിടെയോ ചൈനയിലോ അല്ലെങ്കിൽ ഏതോ രാജ്യത്തോ ഉണ്ടാക്കുന്നതായ ഫോണ് പല മാധ്യമങ്ങളിൽ നമ്മുടെ ഇവിടേക്ക് വരുന്നു. അമേരിക്കയിലേക്ക് നമ്മുടെ ഇദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ മാസ് പ്രൊഡക്ഷനായിട്ട് ഉണ്ടാക്കുന്നതല്ല, മറിച്ച് ഒരു ശില്പം അല്ലെങ്കിൽ ഒരു ചിത്രം. നമുക്കറിയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആ യജമാനന്റെ കൈ അതിനകത്ത് എപ്പോഴും സ്പർശിക്കാറുണ്ട്. ഒരു ശില്പം തന്നെ നോക്കുക. എങ്ങനെയാണ് ശില്പം ഉണ്ടാകുന്നത്? ആ ശില്പം ഉണ്ടാകുന്നത് ഒരു പാറക്കല്ലാണ്, ഒരു വലിയൊരു പാറക്കഷ്ണം, ഒരു പാറയുടെ ഒരു വലിയൊരു പീസാണ്. ആ പീസിനകത്ത് യജമാൻ എന്ത് ചെയ്യുന്നു? യജമാൻ അതിനകത്ത് ഒരു ശില്പം കാണുന്നു, ഒരു രൂപം കാണുന്നു. പലപ്പോഴും പറയുന്ന ഉദാഹരണമാണ് ഏഞ്ചലിന്റെ. അന്നേരം ആ ഏഞ്ചലിന്റെ ആ ശില്പി കണ്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞതിന് ശേഷം ഉടനെ പിന്നെ എന്താ അദ്ദേഹം ചെയ്യുന്നത്? ശില്പി എന്താ ചെയ്യുന്നത്? ഏഞ്ചലിന് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് ചിപ്പ് ഔട്ട് ചെയ്ത് കളയും. ഏഞ്ചലിന് വേണ്ടാത്ത കാര്യങ്ങളല്ല. അത് തന്നെയാണ് ആത്മീയ മനുഷ്യനെ നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? കർത്താവ് നമ്മളിൽ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെല്ലാം കർത്താവ് ഒരു പുതിയ മനുഷ്യനെ കർത്താവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്വഭാവങ്ങളെയും കർത്താവ് എന്ത് ചെയ്യുകയാണ്? അവയെല്ലാം ഇങ്ങനെ ചിപ്പ് ഔട്ട് ചെയ്ത് അവയെല്ലാം മാറ്റി കർത്താവിന്റെ ഇഷ്ടമുള്ളതായ, കർത്താവിന്റെ ആ താല്പര്യപ്രകാരമുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്? കൊണ്ടുവരിക. അന്നേരം ശില്പി എത്രയോ പ്രാവശ്യം എന്ത് ചെയ്യാറുണ്ട്? അതിന്റെ ദേഹത്തെല്ലാം ആ ശില്പത്തിന്റെ ചുറ്റും, ഞാൻ നേരത്തെ പറയാം ഏഞ്ചലിന്റെ ആണെങ്കിൽ അതിന്റെ ചുറ്റും അതിന്റെ ചിറകുകളിലൊക്കെ ഇങ്ങനെ നോക്കുന്നു, അതിന്റെ ആ മുഖത്തെല്ലാം നോക്കുന്നു, കരങ്ങൾ ഓരോ ഭാഗത്തും, ആ ശില്പത്തിന്റെ ഓരോ ഭാഗത്തും ഈച്ച് ആൻഡ് എവറി ഇഞ്ചില് അദ്ദേഹത്തിന്റെ കരം അവിടെ ചെന്നിട്ടുണ്ട്. പലപ്പോഴും അത് ദൂരെ നോക്കിയിട്ടുണ്ട്, അടുത്ത് നോക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം അതിൻ്റെതായ ഓരോ ഭാഗങ്ങളും കൂടുതൽ മനോഹാരിത വരുത്തുവാൻ വേണ്ടി അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട്. എന്നാൽ പൗലോസ് പറയുകയാണ്, നിങ്ങളെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പൊ എന്റെ നീളമോ എന്റെ വണ്ണമോ അല്ലെങ്കിൽ എന്റെ സംസാരമോ അതല്ലെങ്കിൽ ഞാൻ പിറന്നതായ നാടോ ഏത് നോക്കിയോ ആ നോക്കുന്ന എല്ലാ ഇടങ്ങളിലും എന്താണ് ആക്ച്വലി വെച്ചിരിക്കുന്നത്? ദൈവം കൃത്യമായിട്ടും കർത്താവിന്റെ കൈപ്പണിയായിട്ടാണ് കർത്താവ് എന്തിയിരിക്കുന്നത്? ദൈവം നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? കർത്താവിന്റെ ചില ഉദ്ദേശങ്ങൾ നമ്മൾ കൂടെ നിവൃത്തിയാക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ നൽപ്രവർത്തിക്കായിട്ടാണ് എന്തിരിക്കുന്നത്? നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിനി എല്ലാ കാര്യങ്ങളും ചെയ്താലും ശരി, നമ്മളെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ചെയ്താലും നമുക്ക് പ്രശംസിക്കുവാൻ ഇല്ല. കാരണം എന്താണ്? ദൈവത്തിന്റെ ദാനമാണ് സകലത്. ദൈവത്തിന്റെ ദാനമാണ് എന്ന് പൗലോസ് ആ ഭാഗം എന്ത് ചെയ്യാണ്? ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമ്മളെ ആക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മറ്റൊരു ഉദാഹരണമാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തില് 9-ാം വാക്യം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ തക്കവണ്ണം കഴിയും. നമ്മൾ ദൈവത്തിന്റെ കൃഷി എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ കൃഷിയാണ്, അവന്റെ ഫാമിംഗ് ആണ്. നമ്മളെല്ലാവരും അവന്റെ ഓരോരോ എന്താ പറയുന്നത്, അവന്റെ തോട്ടത്തിൽ നട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയുടെ മേഖലയിൽ നമ്മളെ നട്ടിരിക്കുന്നതാണ്. ഓരോ മരങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, ഇല്ലേ? നമുക്കറിയാം, വലിയ ഈട്ടിത്തടിയും മറ്റുമുണ്ട്. അതേപോലെ വലിയ പ്ലാവും മറ്റും നമുക്കറിയാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ ഓരോന്നിനും ഓരോ സൃഷ്ടിയുണ്ട്. കരിവേപ്പില്, അല്ലെങ്കിൽ വീടിന്റെ മുന്നിൽ നിൽക്കുന്നതായ ചെടികൾ, അതല്ലെങ്കിൽ റബ്ബർ. ഞാൻ പലപ്പോഴും ഈ മരങ്ങളെയൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. ആക്ച്വലി ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ആ ഈട്ടിത്തടി വന്നതിന് ശേഷം ഉടനെ എപ്പോഴും വന്നിട്ട് ആ യജമാൻ വന്നതിന് ശേഷം അതിന്റെ വലിപ്പമൊക്കെ എന്ത് ചെയ്യും? ഒന്ന് പിടിച്ചു നോക്കുക. ആക്ച്വലി അതിന്റെ വലിപ്പം വെക്കുന്തോറും പുള്ളിക്കാരന് വളരെ സന്തോഷം, അതിന് ഒരു കുഴപ്പമില്ല. എന്നാൽ അതേ അപ്പുറത്ത് തന്നെ, അതേ തോട്ടത്തിൽ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ആ റബ്ബർ വന്നതിന് ശേഷം എന്ത് ചെയ്യുക? എന്നും വന്ന് അതിനെ എന്ത് ചെയ്യുക? അങ്ങ് മുറിപ്പെടുത്തുക. എന്നും വന്നിട്ട് ഇന്നലെ അതിന്റെ മുറിവ് അങ്ങോട്ട് കരിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും വരുന്ന അടുത്ത ദിവസം പിന്നെയും രാവിലെ വരുന്ന കത്തിയും കൊണ്ട്.
പിന്നെ വന്ന് അതിനാഴ്ച എന്ത് ചെയ്യുന്നു, അതിനെ തൊട്ടപ്പുറത്തേക്കുന്ന ഈട്ടി എന്ത് ചെയ്യുന്നില്ല, ആക്ച്വലി അല്ലെങ്കിൽ പെട്ടെന്ന് അപ്പുറത്തേക്ക് ഉണ്ടായ പ്ലാവിനെ അതിനെ വന്ന് ഇങ്ങനെ ചെയ്യുന്നില്ല. എന്നിട്ട് ഉടനെ ആ റബ്ബർ മരം എത്രയോ നേരം ഇത് വിഷമിച്ചുകൊണ്ടിരിക്കുക, എപ്പെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്താ ഇത്, എന്നും വന്ന് എന്നെ മുറിവേൽപ്പിക്കും, എന്നും വന്ന് എന്നെ മുറിവേൽപ്പിക്കും. ഈ യജമാൻ എന്നും വന്ന് എന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ പിന്നെ ഞാൻ മുറിവ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ പിന്നെയും മുറിവ് വന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാം എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതങ്ങളിൽ അങ്ങനെയാണ് ആക്ച്വലി. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് ഈ ഗ്രേസി ബാബിനകത്തുള്ള അമ്മാമ്മ പണ്ട് ചോദിച്ചായപ്പോൾ ഇപ്പോൾ ഓർക്കാറുണ്ട് ആക്ച്വലി. ഞാൻ അന്ന് ഒരു പ്രാവശ്യം ഈ നേരിയമംഗലത്തിൽ കൺവെൻഷന് കിരീടങ്ങളെ കുറിച്ച് സംസാരിച്ചു. അന്നേരം കിരീടങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചു വന്നതിന് ശേഷമായിട്ട് അമ്മാമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാസ്റ്ററെ ഈ മരിക്കുന്ന പോകുന്നവർക്കൊക്കെ ഉള്ളോ ഈ കിരീടങ്ങള്, ഈ ജീവിച്ചിരുന്ന് ഇതിനെക്കാട്ടി കൂടുതൽ കഷ്ടം അനുഭവിച്ചവർക്ക് കിരീടം ഉണ്ടോ എന്ന് ചോദിച്ചു. ജീവിച്ചിരിക്കുന്നവർക്ക് രക്തസാക്ഷിയുടെ കിരീടം ഉണ്ടോ എന്ന് കാര്യം ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ ഈ മരണത്തിന്റെ അനുഭവത്തിൽ കൂടെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മരണം ശരീരത്തിൽ വഹിക്കുന്ന എത്രയോ പേരെ കാണാൻ തക്കവണ്ണം ഇടയായിത്തീരും. ജീവിതത്തിന്റെ മേളകളിൽ പലപ്പോഴും നമ്മൾ അവരെ നോക്കിക്കൊണ്ട് ഇവർക്കൊരു ഉദാഹരണമൊന്നും ഉണ്ടാകാത്തതിന്റെ കാരണം ഇവർക്ക് വിശ്വാസം പോരാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ഇവരങ്ങോട്ട് വിശുദ്ധിയിലേക്ക് കൊണ്ട് വരാത്തത് കൊണ്ടാണ് ഒക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊന്നും അല്ല. മരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് നമ്മൾ നോക്കുക, ഇതിന്റെ കാര്യം മറ്റൊരു ചെടിയുടെ കാര്യം പറഞ്ഞു വന്നുകൊണ്ടാണല്ലോ. അതായത് ചില പൂക്കളൊക്കെ ഫ്രണ്ട് ഇപ്പുണ്ട്, ചില ചെടികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുക. അതിന്റെ അടുത്ത് നിന്ന് റബ്ബർ മരത്തിന്റെ അടുത്ത് നിന്നൊന്നും ആരും എന്ത് ചെയ്യത്തില്ല, ഫോട്ടോ ഒന്നും എടുക്കാറൊന്നുമില്ല ആക്ച്വലി. പക്ഷെ എന്നാൽ ചെടിയുടെ അടുത്തേക്ക് വന്ന് അടുത്ത് വന്ന് എന്ത് ചെയ്യുന്നു, ആ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. നോക്കുക, അതിന്റെ അടുത്ത് വന്ന് അതിനെ വാത്സല്യത്തോട് നോക്കുന്നു, ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലും നേരത്തെ പറഞ്ഞ പലയിടങ്ങളിലും പോസ്റ്റ് ചെയ്യുന്നു. സ്തോത്രം. അന്നേരോ റബ്ബർ മരം കരിയാപ്പിന്റെ കാര്യം ഉപയോഗം കഴിഞ്ഞ ശേഷം കരിയാപ്പിനെ എന്ത് ചെയ്യുന്നു, എടുത്ത് കളയുന്നു. എന്നാൽ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ആക്ച്വലി ഇപ്പൊ ആൾക്കാരുടെ ഒരു ചിന്തയുണ്ട്, കറിവേപ്പില എടുത്ത് കളയരുത്, അത് കഴിക്കണമെന്ന് ഇപ്പൊ ആക്ച്വലി നിർദ്ദേശിക്കാറുണ്ട്. അതുകൊണ്ട് കറിവേപ്പിലേക്ക് കുറച്ച് ആശ്വാസം കിട്ടിയതായിരിക്കും തോന്നുന്നത് ആക്ച്വലി. അതേപോലെ റോസാ ചെടിയെ കുറിച്ച് നോക്കുക. ആ റോസാ ചെടിയെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതേപോലെയാണ് ആക്ച്വലി. എത്രയോ മനോഹരമായ പൂവാണ്, എത്രയോ ആകർഷിക്കുന്ന പൂവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, റോസായുടെ അടുത്തോട്ട് കയറി ചെല്ലരുത്. ചെന്ന് കഴിഞ്ഞാൽ മുള്ളുകൾ കൊള്ളാൻ സാധ്യത. അങ്ങനെയുള്ള വ്യക്തികൾ ഇഷ്ടംപോലെ ഉണ്ട്. വളരെ നല്ല പ്രവൃത്തി അവർ ചെയ്യും, പക്ഷെ ഒത്തിരി ദൂരെ ഒത്തിരി അടുത്തോട്ട് ചെല്ലരുത്. ആ കിട്ടുന്ന കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കോണം. പക്ഷെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മുറിവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇങ്ങനെയുള്ള ചെടികളെ എല്ലാം ആരാണ് ഇങ്ങനെയുള്ള ഈ കർത്താവ് പറഞ്ഞത്, എന്റെ ഇതെല്ലാം നിങ്ങളെല്ലാം നമ്മൾ ദൈവത്തിന്റെ കൃഷിയാണ്. അതാണ് ദൈവത്തിൻ്റെതായ പ്ലാന്റ് ആണ്, ദൈവത്തിൻ്റെതായ വിവിധ നിലകൾ കർത്താവ് നമ്മളെ നട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മൾ അതാ പറയുക, കൈപ്പണിയായി നമ്മളെ നട്ടിരിക്കുക. ഓരോരുത്തർക്കും ഓരോ ഡിസൈനാണ്, ഓരോരുത്തർക്കും ഓരോ ഡിസൈനാണ്. ജോസഫ് പാസ്റ്റർക്ക് ഒരു ഡിസൈൻ ദൈവം വെച്ചിട്ടുണ്ട് ആക്ച്വലി. പലരും ആഗ്രഹിക്കുന്ന, ദൈവത്തിനായി ഞാനും ആഗ്രഹിക്കുന്ന ഒരു ഡിസൈനാണ് കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന ആ ഡിസൈൻ. അത് വേറൊരാള്. അതേപോലെ എത്രയോ ദൈവദാസന്മാർ ഇവിടെ പറയുന്ന ഓരോ ആൾക്കാരെ കുറിച്ച് എന്ത് ചെയ്യുന്നു, കർത്താവ് വെച്ചിരിക്കുന്ന ഓരോ ഡിസൈനുണ്ട്. സംസാരമായാലും രീതിയാണെങ്കിലും അവരുടെ ഇടപെടലാണെന്നുണ്ടെങ്കിലും ബിൽറ്റിനായിട്ടുള്ള പല ക്യാരക്ടറുകൾ ദൈവം വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. ആ ഉദ്ദേശം എന്താണ്? പൗലോസ് എടുത്തു പറയുകയാണ്, സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൽപ്രവർത്തികൾക്ക് വേണ്ടി ഓരോ ദിവസവും ദൈവം നമ്മളെ പരിപാലിക്കുകയും ദൈവം നമ്മളെ ശ്രദ്ധയോടെ പരിപാലിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. സൽപ്രവർത്തികൾക്ക് വേണ്ടി മാത്രമാണ്. സ്തോത്രം. ഏതാ ഇവിടേക്ക് വരിക. ഇനി ഇവിടേക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിൽ പറയുകയാണ്, വളരെ വേല ചെയ്ത് വളരെ അധ്വാനിച്ച് കടന്നു വരുന്ന ആ വ്യക്തിക്ക് ചേറിട്ട് തന്ന് അവന് ആഹാരം ഒരുക്കുകയല്ല, പിന്നെയും ശുശ്രൂഷിക്കാനാണ് പറയുന്നത്. അതിൽ ഈ ശുശ്രൂഷയുടെ ഒരു നന്ദി വാചകം പോലും കേൾക്കുന്നില്ല. പക്ഷെ അതിനുശേഷം എന്താ പറയുന്നത്? പറയേണ്ട വാക്കിതാണ്, ഞാൻ അപ്രയോജന ഭൃത്യൻ എന്നുള്ളതായ കാര്യം. അപ്രയോജന ഭൃത്യൻ എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യമൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു അപ്രിസിയേഷനൊക്കെ ലഭിക്കണം. അതല്ലെങ്കിൽ രണ്ടുപേരും നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വ്യക്തിയുടെ 70ാമത്തെ വയസ്സ് 70 വർഷം പൂർത്തീകരിച്ചതിന്റെ ഒരു വീഡിയോ കാണാനെടുത്തത്. വളരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചതായ ദൈവദാസനാണ്. എന്നാൽ ഇങ്ങനെ ഭൂമി കൂടെ പല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അദ്ദേഹത്തിന്റെ ഈ 70th ആ ബർത്ത്ഡേയുടെ അന്ന് ആശംസകളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അദ്ദേഹം ചെയ്തതായ പല കാര്യങ്ങളെയും കുറിച്ചും ആൾക്കാര് വളരെ വിശദമായി പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ആൾക്കാർ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് എടുത്ത് പറയുന്ന കാര്യം. എന്നാൽ അദ്ദേഹം
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാൽ ചിലപ്പോഴൊക്കെ അത് കിട്ടിയെന്ന് വന്നേക്കാം, ചിലപ്പോഴത് കിട്ടിയെന്ന് വന്നേക്കാം. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. ഇവരുടെ പേരിന്റെ ലാസ്റ്റ് നെയിം, അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ലാസ്റ്റ് നെയിം ഇവർക്കും അദ്ദേഹത്തിന്റെ സഹോദരിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ള കാര്യമാണ് ചിന്തിച്ചത്. പക്ഷെ അതിനുശേഷമായിട്ടാണ് അദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം ഇന്ത്യയിലൊക്കെയും സുവിശേഷം അറിയിക്കുന്ന മനുഷ്യനാണ്. അനാഥ കുഞ്ഞുങ്ങളുടെ ലാസ്റ്റ് നെയിം ഈ പിതാവിന്റെ പേരാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് മാത്രമല്ലായിരുന്നു പിതാവ്, അനേകം പേർക്ക് പിതാവായിരുന്നു. അങ്ങനെ ഒത്തിരി അങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു കാര്യം, ഒരു ചിന്തയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. സ്തോത്രം. പക്ഷെ എന്നാൽ ഇവിടെ കർത്താവ് എന്താ പറയുന്നത്? ആക്ച്വലി ഇത് പ്രതീക്ഷിക്കരുത്, ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ രാമകൾ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ അതിനുശേഷം ദൈവത്തിന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെല്ലാം ഉണ്ടാക്കി. പക്ഷെ ആഫ്റ്റർ ഓൾ അറ്റ് ദി എൻഡ് എല്ലാത്തിന്റെ അവസാനം പറയേണ്ട കാര്യം എന്താണ് പറയേണ്ടത്? അപ്രയോജനദാസൻ, അല്ലെങ്കിൽ അൺവർത്തി സെർവന്റ്. അന്നേരം അൺവർത്തി സെർവന്റുമുണ്ട്, അൺഫെയ്ത്ത്ഫുൾ സെർവന്റുമുണ്ട്. ഈ രണ്ട്, ഇത് അൺഫെയ്ത്ത്ഫുൾ സെർവന്റ് അല്ല, അവിശ്വസ്തദാസനല്ല, ഇത് വിശ്വസ്തദാസനാണ്. പക്ഷെ എന്താണ് അൺവർത്തി സെർവന്റ്? ഞാൻ യോഗ്യതയുള്ളവൻ അല്ല എന്നുള്ള കാര്യം. ലൈഫിന്റെ ഏത് മൊമെന്റിലും നമ്മൾ നിൽക്കേണ്ടതായ, ചിന്തിക്കേണ്ടതായ ഒരു വലിയ ഒരു പ്രിൻസിപ്പിളാണ് കർത്താവ് ഇവിടെ പറയാൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തില്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് കംപ്ലൈൻസ് ഇല്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് പരാതിയില്ല, ഒരാൾ എന്നെ പരാമർശിച്ചില്ല, ഒരാൾ എന്നെ കുറിച്ച് എടുത്തു പറഞ്ഞില്ല, അല്ലെ ഒരാൾ എന്റെ ഇത്രയും നേട്ടത്തെ കുറിച്ച്. ഞാൻ എത്രയോ പേര് ആ കാര്യങ്ങൾ പറയുന്നതായ സമയത്ത് ഞാൻ വ്യക്തിപരമായി ചിലപ്പോഴൊക്കെ അവിടെ പറയാറുണ്ട്, കുഴപ്പമില്ല, അതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ എന്തോ ഉണ്ട്, അതിനെല്ലാം കുറിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്, അതിനെല്ലാം കൃത്യമായി ദൈവം തരുന്ന. നമുക്ക് കേട്ടിട്ടുള്ളൊരു വളരെ പ്രശസ്തമായ ഒരു ഉദാഹരണമാണല്ലോ, അമേരിക്കയുടെ പ്രസിഡന്റ് നായാട്ട് കഴിഞ്ഞ് വരുന്നതായ സമയത്ത്, തിയോഡർ റൂസ്വെൽറ്റ് അദ്ദേഹം നായാട്ട് കഴിഞ്ഞ് വരുന്നതായ സമയത്ത്, അതേ സമയത്ത് തന്നെ ആഫ്രിക്കയിൽ നിന്നും വരുന്ന ഒരു മിഷണറി, അന്നേരം അദ്ദേഹം വരുന്നതായ സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ആരുമില്ല. പക്ഷെ എന്നാൽ നായാട്ട് കഴിഞ്ഞ് വരുന്നതായ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ തക്കവണ്ണം ഇവിടെയുള്ളതായ അവരുടെ സന്നാഹത്തോടുകൂടെ നിൽക്കുന്നതായ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ആ മിഷണർ പറയാണ്, എന്റെ കർത്താവിന് വേണ്ടി ഇവിടെ നിന്നു ആരും എന്നെ സ്വീകരിക്കാനോ എന്നെ കൊണ്ടുവരുവാൻ വേണ്ടി പോലും ഇല്ലാത്ത, ഏതാണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 100 വർഷം മുമ്പുള്ള സംഭവമാണ്. എന്നാൽ ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ ഇദ്ദേഹത്തെ കാണുക ഈ കാര്യം അദ്ദേഹം വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഉടനെ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്നെ ആരും സ്വീകരിക്കാനില്ല എന്നുള്ള ചിന്തയുണ്ട്. അന്നേരം ഉടനെ അദ്ദേഹം ഒരു കാഴ്ച കണ്ട ഇങ്ങനെയാണ്, സ്വർഗം മുഴുവൻ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയും കർത്താവ് തന്നെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നതായ ഒരു കാഴ്ച കാണിച്ചതിന് ശേഷം തന്റെ മനസ്സിലേക്ക് കർത്താവ് വന്നു, മോനെ, അമേരിക്കയുടെ പ്രസിഡന്റ് തന്റെ വീട്ടിലേക്കാണ്, തന്റെ രാജ്യത്തേക്ക് മടങ്ങി വന്നപ്പോഴാണ് അദ്ദേഹത്തെ ആ രാജ്യം സ്വീകരിച്ചത്. നമുക്കറിയാം, പ്രസിഡന്റൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിക്കാൻ വേണ്ടി ധാരാളം ഫാൻസ് അവിടെ ചെല്ലാറുണ്ട്. എന്നിട്ട് അവരെ അങ്ങനെയാണ് സ്വീകരിച്ചത്. പക്ഷെ നീ ഇതേവരെ നിന്റെ രാജ്യത്തിൽ വന്നിട്ടില്ല. നിന്റെ രാജ്യത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ്. നിന്നെ സ്വീകരിക്കാൻ വേണ്ടി സർവ്വ സ്വർഗ്ഗം. നമുക്കറിയാം, അത് കൃത്യമായിട്ടും സ്റ്റെഫാനോസിന്റെ ആ ഉദാഹരണത്തിൽ കൂടെ കാണാൻ തക്കോണം ഇടയായിത്തീരും. സ്റ്റെഫാനോസ് സ്തോത്രം, യഹൂദന്മാര് തന്നെ കൊല്ലുവാൻ വേണ്ടി അടുക്കുന്നതായ സമയത്ത് അവന്റെ മുഖം ദൈവദൂതനെ പോലെ ശോഭിച്ചു എന്ന് കാണാൻ തക്കോണം ഇടയായിത്തീരും. അത് മാത്രമല്ല, എങ്ങനെയാണ് ശോഭിക്കാൻ തക്കവണ്ണം കാരണം എന്താണ്? ആ കാരണം അവന്റെ കാഴ്ച കണ്ടു. അവൻ കണ്ട കാഴ്ച എന്താണ്? സ്വർഗം തുറന്നിരിക്കുന്നു. ഇതാ മഹിമയുടെ വലത്ത് ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നതായ കാഴ്ചയാണ്. എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യുന്നു? തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നതായ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ രാജ്യത്തിൽ ചെന്നിട്ടില്ല. അതല്ലെങ്കിൽ നമ്മളെ കർത്താവ് പൂർത്തീകരിച്ചതിന് ശേഷം ചെല്ലുന്നതായ സമയത്ത് മാത്രമാണ് നമുക്ക് ലഭിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ആ അംഗീകാരം. വിശ്വസ്തരുമായ ദാസനെ എന്നുള്ളതായ ഒരു കാര്യം പലപ്പോഴും ജീവിതത്തിൽ പലരും പറയുന്നതായ ഒരു കാര്യം. പക്ഷെ എപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്രയോജന പ്രത്യം. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ ഈ ദിവസങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിന്റെ ദാസൻ ജോസഫ് മാത്യു പല സന്ദർഭങ്ങളിലായി ഇവിടെ സംസാരിക്കുന്ന പല ഭാഗങ്ങൾ നമുക്കറിയാം. വളരെ കരയുന്ന ഒരു വീപ്പിംഗ് പ്രോഫറ്റ് എന്ന് പറയുന്ന ദൈവദാസനായിരുന്നു. ഈ യിരെമ്യാവ് നിസ്സാരക്കാരനായ ഒരു മനുഷ്യനൊന്നും അല്ലായിരുന്നു.
അദ്ദേഹം ആ മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ മകനാണ്. അന്നേരം ഹൈപ്രീസ്റ്റായ മഹാപുരോഹിതന്റെ മകൻ എന്ന് പറയുമ്പോൾ ഉടനെ എന്തുമാത്രം ഉന്നതമായ ഒരു അവസ്ഥയിൽ ഉള്ളതായ ഒരു വ്യക്തിയാണ്. അന്നേരം ഇരമ്യാവ് അടുത്ത ആ മഹാപുരോഹിതന് ശേഷമായി അടുത്ത മഹാപുരോഹിതനാകേണ്ടവരാണ്. പക്ഷെ എന്നാൽ ദൈവം അവരെ എന്ത് ചെയ്തു? പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുകയും ആ ഭാഗമൊക്കെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ തക്കോണം ഇടയായിത്തീരും. അന്നേരം ഈ യോശിയാവ് 27-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതിനോട് വായിക്കുന്ന വാസേ, അടുത്ത വാക്കോട് വായിക്കുന്നത്, നീ കയറും നുകവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വെക്കുക. മതി. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഇതാ കർത്താവ് ഇരമ്യാവിനോട് പറയുക, ഇരമ്യാവേ നിന്റെ കഴുത്തില് ഒരു കയറും ഒരു നുകവും ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമുക്കറിയാം ഈ നുകം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ഇതല്ല, അല്പം ഒരു മോഡലല്ല ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ. അത് ആ ഒരു നുകം പോലെ തന്നെ ആൾക്കാർക്ക് കാണാൻ കാണാതിരിക്കാൻ വേണ്ടി കൊച്ചൊരു ഒരു പ്രോട്ടോടൈപ്പ് വയ്ക്കൊന്നുമല്ല, അതിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ടൈപ്പ് വയ്ക്കൊന്നുമല്ല. മറിച്ച് എന്ത് ചെയ്യുക, അത് തന്നെ ഒരു നുകവും കയറും എടുക്കാനാണ് പറയുന്നത്. ആ നുകവും കയറും എടുത്ത് നമുക്കറിയാം നുകം നല്ല ഹെവിയാണ്. എന്നിട്ട് ഈ കയറും കഴുത്തിൽ കയറും ഇടുക. എന്നിട്ട് 2 വിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, ഇങ്ങനെ നടക്കാൻ പറഞ്ഞു. എന്ന് വരെ നടന്ന അദ്ദേഹം ഈ കയറും നുകവും നടക്കാൻ പറയുക. ഈ അധ്യായത്തിൽ കുറെ പ്രവചനമെല്ലാം പറയുന്നു. ഇനി അടുത്ത അധ്യായം വായിച്ച്, അടുത്ത അധ്യായം 1-ാം വാക്യം വായിച്ചു വരുന്ന സമയത്ത്, സിദെക്കീയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ 4-ാം ആണ്ടിൽ 5-ാം മാസത്തിൽ ഗിദെയോന്യനായ അസൂരിന്റെ മകൻ ഹനന്യാ പ്രവാചകൻ യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവ്വജനത്തിന്റെയും മുൻപിൽ വെച്ച് എന്നോട് പറഞ്ഞു എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ, താഴോട്ട് വായിക്കേണ്ട വാസേ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവിന്റെ നുകം ഒടിച്ചു കളയുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെ ഒക്കെയും ഞാൻ 2 സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. 10-ാം വാക്യം. അപ്പോൾ ഹനന്യാ പ്രവാചകൻ യിരെമ്യാ പ്രവാചകന്റെ കഴുത്തിൽ നിന്നും ആ നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞിട്ടെ സകല ജനവും കേൾക്ക, ഇങ്ങനെ ഞാൻ 2 സംവത്സരത്തിനകം ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ നുകം സകല ജാതികളുടെയും കഴുത്തിൽ നിന്ന് എടുത്ത് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. മതി. ഇവിടെ നമ്മൾ വായിച്ചതായ ഭാഗം എന്താണ്? ഇത് ഈ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചത് യോശിയാവിന്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിലേക്ക്. അതിനുശേഷം ഇവിടെ പറയുന്നത് യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിലേക്ക്. എന്നാൽ ഈ കാലഘട്ടം പഠിച്ചാൽ നമുക്കറിയാം, യോശിയാ രാജാവിന് ശേഷമായിട്ട് 4 രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. യഹോയാക്കീം അതേപോലെ സിദെക്കീയാവ് തുടങ്ങിയ അങ്ങനെ 4 രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 4 രാജാക്കന്മാരുടെ 2.25 വർഷമാണ് ഇവർ 4 പേരും കൂടെ ഭരിച്ചത്. അന്നേരം 2 രാജാക്കന്മാർ 11 മാസവും 2 രാജാക്കന്മാർ 3 മാസവും അങ്ങനെ 6 മാസവും അങ്ങനെയാണ് 2.25 വർഷമാണ് ഈ 4 രാജാക്കന്മാർ കൂടെ എന്ത് ചെയ്ത് ഭരിച്ചത്. അന്നേരം അങ്ങനെ ഭരിക്കുന്ന സമയത്ത് നമ്മളെ കണക്ക് നോക്കിയാൽ അറിയാം, ഈ പറഞ്ഞതായ കാലഘട്ടം ആദ്യം ദൈവം യിരെമ്യാവിനോട് കഴുത്തിൽ നുകവും കയറും വെക്കാൻ പറഞ്ഞ കാലവും അത് യഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിലാണെങ്കിൽ, ഈ പുള്ളിക്കാരൻ കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ സിദെക്കീയാവിനെ ബാബേൽ രാജാവ് കൊണ്ടുവന്ന് ഇവിടെ രാജാവാക്കി. അങ്ങനെ നോക്കുക, ഏതാണ്ട് 3 മാസം യിരെമ്യാവ് നടക്കുക. എങ്ങനെ നടക്കുന്നത്? കഴുത്തേൽ ഒരു കയറും ഉണ്ട്, അദ്ദേഹത്തിന്റെ ദേഹത്തെ പെടലിൽ ഒരു നുകവും ഉണ്ട്. ഇതുകൊണ്ട് നടക്കുക. ഇങ്ങനെ ആ യഹൂദ പ്രദേശത്തെല്ലാം, ആ മലയും ഹിന്നുള്ള പ്രദേശത്തെല്ലാം പുള്ളി നടക്കുക. നടന്നതിന് ശേഷമായി അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ നമുക്കറിയാം, ഹനന്യാവ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം കാണാൻ തക്കോണം കഴിയും. അന്ന് ദൈവം ഇത്രയും നുകവും ഇതും വെക്കാൻ പറഞ്ഞു, നുകവും കയറും വെക്കാൻ ദൈവം എന്തിനാ പറഞ്ഞത്? അന്നേരം ഇതേപോലെ ബാബേൽ രാജാവ് നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ കയറുകൊണ്ട് കെട്ടി നിങ്ങളെ ഇതേപോലെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. ഈ കാര്യം പറയാൻ വേണ്ടിയാണ്. അന്നേരം ആൾക്കാർ ചോദിക്കും, ഇതെന്തോ ഈ നുകവും കയറും വെച്ചിരിക്കുന്നത്? അന്നേരം ഉടനെ ആൾക്കാരോട് പറയണം. ആൾക്കാർ ചോദിക്കുമ്പോൾ ഉടനെ എന്താ പറയുന്നത്? ഇതേപോലെ എന്ത് ചെയ്യും? ഇതേപോലെ നിന്നെ ബാബേലിലേക്ക് കൊണ്ടുപോകും. അന്നേരം അങ്ങനെ കാണിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ മകനായ യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകനെയാണ്. വലിയ പ്രായമൊന്നുമില്ല യിരെമ്യാവിനെ കണ്ടു കഴിഞ്ഞാൽ.
ഇരിമ്യാവിന് വലിയ വളരെ ചെറുപ്പത്തിൽ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചതായ കാര്യം അവിടെ തൊട്ട് അധ്യായത്തിൽ 23 വർഷത്തെ കണക്ക് പറയുന്നത്, 23 വർഷം പ്രവഹിച്ച കണക്കും മറ്റും പറയുന്നുണ്ട്. ഏതാണ്ട് 10-45 വയസ്സിനകത്തൊന്നും പോകാൻ സാധ്യതയില്ല. പക്ഷെ എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇതാ കയറും കഴുത്തെ കെട്ടി നുകവും വെച്ചിരിക്കുന്ന ഈ ഭാരമുള്ള നുകവും വെച്ച് നടക്കുക. അതാ അദ്ദേഹത്തിന്റെ പണി. എന്നിട്ട് കുറഞ്ഞത് 3 മാസം അങ്ങനെ നടക്കുക. അങ്ങനെ നടന്നതിന് ശേഷമായിട്ടാണ് ഇവിടെ വരുന്നത് എന്ത് ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ യഹോവയുടെ ആലയത്തിൽ വെച്ച് ഈ സർവ്വജനത്തിന്റെയും മുൻപാകെ ഈ ഹനന്യാവ് ചെന്നിട്ട് പറഞ്ഞു, ഈ നുകം ഞാൻ മാറ്റാൻ പോകുക, പോയ ആൾക്കാരെ 2 വർഷത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ നുകം എടുത്ത് എന്ത് ചെയ്തു, ഓടിച്ചു കളഞ്ഞു. നോക്കുക, ഇരമ്യാവിന്റെ കഷ്ടപ്പാട് നോക്കുക. ഞാൻ വിചാരിക്കുകയാണ് ഇന്നത്തെ ദൈവാസന്മാർക്കൊക്കെ എന്നെ പോലെയുള്ള നമ്മളെല്ലാ പോലെയുള്ള ദൈവാസന്മാർക്കെല്ലാം എന്ത് ആശ്വാസമാണ്. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് പോലും ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഐപാഡോ ഒക്കെ എടുത്താൽ മതി, അതിന്റെ ഭാരം പോലും ഇല്ല ആക്ച്വലി. പക്ഷെ എന്താ വളരെ എന്ത് ചെയ്യുക, അന്നത്തെ ദൈവാസന്മാർ എഹെസ്കേല്, ഇരമ്യാവ്, ഈ പ്രവാചകന്മാരൊക്കെ നടന്ന കാലം എന്തായിരുന്നു? ഈ ആൾക്കാരോട്, ഈ ബോധമില്ലാത്ത ജനത്തിന് ബോധം വരുത്താൻ വേണ്ടി എന്ത് ചെയ്യാണ്, ഇവരുടെ ജീവിതം അതിനുവേണ്ടി അവർ സമർപ്പിക്കപ്പെട്ടിരിക്കുക. ഈ മനുഷ്യർ, ഈ ഇരമ്യാവ് അങ്ങനെ നടക്കുകയാണ്. ആക്ച്വലി ചുമ്മാ തന്നെ ഇരമ്യാവ് വിളിച്ച് എന്റെ അമ്മോ എന്ന് വിളിച്ച് രംഗം നമുക്കറിയാം. എനിക്ക് 20-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 15-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ പറഞ്ഞത് എന്റെ അമ്മോ എനിക്ക് എന്തിനാ ജന്മം തന്നെയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നാട്ടുകാരുടെ എല്ലാം പരിഹാസത്തിനും ആട്ടിനും തുപ്പിനുമായിട്ടൊക്കെ ഇങ്ങനെ ജനിക്കാൻ വേണ്ടി എനിക്ക് എന്തിനാ എന്റെ അമ്മയെ എന്നെ ജന്മം തന്നെയെന്ന് വരെ ഇരമ്യാവ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇരമ്യാവിനെ കുറിച്ച്, ഇരമ്യാവ് ആരാണ് ആക്ച്വലി? ഇരമ്യാവ് ദൈവത്തിന്റെ ദാസനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവനോട് നുകം ചുമക്കാൻ പറഞ്ഞാൽ നുകം ചുമന്നേ പറ്റുകയുള്ളൂ. കാരണം അതാണ് അവനെ കുറിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം, ഒരു ദൈവദാസനെ കുറിച്ചുള്ള ഒരു കാര്യം മാത്രം ഞാൻ ഒരു അതിനെ അല്പം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് മടക്കി ലൂക്കോസ് വിശേഷത്തിലേക്ക് വരാം. അന്നേരം ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട്, ഇങ്ങനെ വളരെ അധ്വാനിച്ച് കർത്താവിന് വേണ്ടി നിന്നതിന് ശേഷമായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ പോലും കിട്ടത്തില്ല. കാരണം എന്താ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ യോഗ്യരല്ല എന്നാ പറയും. മനസ്സിലായി? അൺവർത്തിയാണ്, നിങ്ങൾ വರ್ತല്ല. അതിനനുസരിച്ച് ഒരു യോഗ്യതയും ഇല്ലാത്ത, ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് നിന്നാണ് നിങ്ങളെ കൊണ്ടുവന്ന് ഈ കാര്യം നിങ്ങളെ ഏൽപ്പിച്ചത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഏത് സമയത്തും എത്ര ഉപവസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര പ്രസംഗിച്ചാലും എത്ര എഴുതിയാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യവും അത് തന്നെയാണ്. സ്തോത്രം. ഒരു നല്ല വീട്, നമ്മൾ പലപ്പോഴും നീതിയുടെ കാര്യമൊക്കെ പറയാറുണ്ട്. നമ്മൾ പറയാറുണ്ട് ഈ ദൈവത്തിന്റെ നീതിയാണ് ആ കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങൾ പറയാറുണ്ട്. ആക്ച്വലി നമുക്കതൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാനില്ല ദൈവമക്കളെ. ഞാൻ പറഞ്ഞു, ഒന്നിനും നമുക്ക് നമ്മുടെ ബാബുച്ചെറിയാൻ ഭാഷത്തിന്റെ ഈ അടുത്ത കാലത്ത് എഴുതിയ ഒരു മനോഹരമായ ഒരു പാട്ടുണ്ടല്ലേ, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടു ദൈവമേ പാട്ടുണ്ടല്ലോ. അതിനകത്ത് പറഞ്ഞൊരു ഒരു സ്റ്റാൻസിനകത്ത് പറയുന്നൊരു ലൈൻ ഉണ്ടല്ലേ, കൃപയാൽ 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 കൃപയൊന്നു മാത്രമാണ് എന്ത് ചെയ്തത്, ഈ കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. ഭൃത്യനോട് പറയുന്നത് എന്താണ്? ഈ ഭൃത്യനോട് പറയുന്നത് നീ ചെയ്യുക, നിന്നോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും നീ ചെയ്യുക. അത് ഏതാണെന്നുണ്ടെങ്കിലും, അത് ഏത് ശുശ്രൂഷയാണെന്നുണ്ടെങ്കിലും ആ കാര്യം ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കഴിയത്തുള്ളൂ. പക്ഷെ കഴിഞ്ഞതിന് ശേഷം, പറയാൻ പറഞ്ഞത്, കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? കർത്താവെ, ഇതിന് കുറച്ചും കൂടെ വിശാലമാക്കി പറഞ്ഞാൽ, വിശദമായി പറഞ്ഞാൽ എന്ത് ചെയ്യുക? അദ്ദേഹം പറയേണ്ടത്, എനിക്കൊരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഒരു യോഗ്യത. ഈ അടിമയെ കുറിച്ച് പറയാം. ഈ അടിമ ആയിരിക്കുന്നതായ സ്ഥാനത്ത് ആ യജമാനൻ കൊണ്ടുവന്ന് ആ യജമാനൻ വളരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അന്ന് വളരെ ക്രൂരമായ വിനോദങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഈ അടിമകളെ കൊണ്ട് ചെയ്യുന്ന പല വിനോദങ്ങളും അവർക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും മോചിപ്പിച്ച് ഈ യജമാനൻ കൊണ്ടുവന്നു. നോക്കുക, ആ പീഡനത്തിന്റെ അവിടെയൊന്ന് കൊണ്ടുവന്നു. യജമാനൻ പറഞ്ഞു, ആക്ച്വലി കാലഘട്ടം കഴിഞ്ഞു, ആ കാലത്തിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഉടനെ അവരോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവനെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു, അവരെ വിട്ടയക്കുവാൻ തീരുമാനിച്ചു. അപ്പോഴും അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ യജമാനെ വിട്ട് ഞാൻ പോകത്തില്ല. നമുക്കറിയാം പഴയ നിയമത്തിൽ അങ്ങനെ പോകാത്ത യജമാനോട് എന്ത് ചെയ്യണം, അവനെ കൊണ്ടുവന്ന് ആ അടിമയെ കൊണ്ടുവന്ന് ആ കട്ടളക്കാലിനോട് ചേർത്ത് വെച്ചിട്ട് അവന്റെ കാത് കുത്തണം. അന്നേരം ആ അടിമകളുടെ കൂട്ടത്തിനകത്ത് കാത് കുത്തിയ അടിമകളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കിക്കോണം,
ഈ കാതുകുത്തിയ അടിമയ്ക്ക് എന്തോ ഉണ്ട്? ഒരു നല്ല യജമാനുണ്ട്, അവനെ സ്നേഹിക്കുന്ന ഒരു യജമാനുണ്ട്, അവനോട് കരുണ തോന്നുന്ന ഒരു യജമാനുണ്ട്. ആ യജമാനെ വിട്ടുപോകുവാൻ കഴിയാത്ത സ്നേഹം ആ അടിമയ്ക്ക് ആ യജമാനോടുണ്ട്. സ്തോത്രം. ആ സർവ്വ വിധേയത്വവും ആ യജമാനോടുണ്ട്. സ്തോത്രം. നമ്മൾ കർത്താവിനെ സേവിക്കുന്നത് എപ്രകാരമാണ് കർത്താവിനെ സേവിക്കുന്നത്? കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയതിന് ശേഷം ഉടനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് വേണേൽ പോകാൻ തക്കവണ്ണം കഴിയും. ആ പാപത്തിന്റെ അനുഭവത്തിൽ നമുക്ക് പോകാൻ തക്കവണ്ണം കഴിയും. നമുക്ക് വേണമെങ്കിൽ സുഖകരമായി വേണമെങ്കിൽ പോകാൻ. പക്ഷേ ഇത് സീരിയസ് ചോയ്സ്. അവന് വിധേയപ്പെട്ട് നിന്നാൽ, അവന്റെ സന്നിധിയിൽ അവന് കെട്ടപ്പെട്ട അടിമയെ പോലെ നിൽക്കുവാൻ കഴിഞ്ഞാൽ, സ്തോത്രം, നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ ദൈവം ഉപയോഗിച്ചു എന്നറിയുവാൻ മുമ്പ് സമയം തീരുന്നുകൊണ്ട് ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സമയം കഴിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ പലപ്പോഴും അധികം സമയം എടുക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി ഇതിന്റെ സമയമായി വന്നിരിക്കുകയാണ്. ആക്ച്വലി നമുക്കറിയാം വളരെ ഈ യജമാനന്റെ സ്നേഹത്തിനകത്ത് വസിക്കുന്ന ഒരു അടിമയാണ് എന്താ പറഞ്ഞ ഈ അടിമ. അവൻ ആ യജമാനെ സേവിക്കുന്നത് എന്തിനുകൊണ്ടാണ്? യജമാനോടുള്ള സ്നേഹം കൊണ്ടാണ് യജമാനെ സേവിക്കുന്നത്. മക്കളെ, നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ സേവിക്കുന്നത്? കർത്താവിനെ എന്തുകൊണ്ടാണ് സേവിക്കുന്നത്? അവൻ എന്നെ അടിച്ചാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇയ്യോബ് പറയുന്ന വാക്യം, അവൻ എന്നെ കൊന്നാലും. ഈ യഹൂദപാലന്മാർ പറയുന്നത് എന്താണ്? ആക്ച്വലി അവൻ ഞങ്ങളെ വിടുവിക്കും. പക്ഷെ അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഞങ്ങൾ യജമാനന്റെ മുമ്പിൽ എന്ത് ചെയ്യത്തില്ല? ഉണങ്ങത്തില്ല. പൗലോസ് അപ്പോസ്തലന്മാരുടെ കാലത്തിലേക്ക് വരുന്നതായ സമയത്തോ വളരെ പ്രതികൂലങ്ങൾ, വളരെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ കിടക്കുക. ഇങ്ങനെ അനേകരെ കൊല്ലപ്പെടുക, അനേകർക്ക് രക്തസാക്ഷിയായി തീരുക. എബ്രായ ലേഖനത്തിൽ ഉടനെ കർത്താവിന്റെ ദാസൻ എഴുതുന്നതായ സമയത്ത് പറയുന്ന കാര്യം എന്താണ്? അയ്യോ, നിങ്ങളെ കഷ്ടത അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു, കുഴപ്പമില്ല, ആശ്വാസം എല്ലാം കിട്ടുമെന്നുള്ള കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ പാപത്തോടെ പോരാടുന്നതിൽ പ്രാണത്തിക അവസ്ഥയോടെ നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല. ഇനിയും നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് ശേഷിക്കുന്നുണ്ടല്ലോ. ഇനിയും നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് ശേഷിച്ചിരിപ്പുണ്ടല്ലോ. കാരണം അത് പോകുന്നത് വരെ എന്ത് ചെയ്യുക? അവന്റെ ഉത്തമ ദാസരായിട്ട് എന്ത് ചെയ്യുക? കർത്താവിനെ സേവിക്കുവാനൊക്കെ ഇടയായിത്തീരണം. നമുക്കറിയാം, റിച്ചാർഡ് ഉംബ്രാണ്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം റൊമേനിയയിലും മറ്റും വളരെയധികം ദീർഘമായ കാലത്ത് കർത്താവിന് വേണ്ടി വളരെ രക്തസാക്ഷിയായി ജീവിക്കുന്ന ജീവിച്ച മനുഷ്യനാണ് റിച്ചാർഡ് ഉംബ്രാണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടെ ഈ പഴുത്ത പൈപ്പുകളും മറ്റും ഇരുമ്പ് പൈപ്പുകളും മറ്റും ശരീരത്തിനകത്തൂടെ കയറ്റി ഹോളുകളുണ്ട് അതിന് ശരീരത്തിനകത്ത്. ഈ ഹോളുകളിനകത്തൂടെ അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടില്ല. അതൊക്കെ റൊമേനിയൻ ഗവൺമെന്റ് ഐക്യരാഷ്ട്രസഭയെ കൊണ്ട് പറയിപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വ്യാജമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മീറ്റിംഗിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശരീരം ഞാൻ നിങ്ങളുടെ അനുവാദത്തോടുകൂടെ ഞാൻ എന്റെ കോട്ട് ഞാൻ ഊരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് അത് പറയാൻ പറഞ്ഞു നോക്കിയതായ സമയത്ത് അവർ ഞെട്ടിപ്പോയി. കാരണം ശരീരത്തിനകത്ത് ഈ കുഴികളായിരുന്നു. ആക്ച്വലി ഈ കുഴികൾക്കകത്തുള്ള ഇരുമ്പ് പൈപ്പിൻ്റെതായ അത് കുത്തി കയറ്റി അവിടെയെല്ലാം ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു ശരീരത്തിനകത്ത്. അന്നേരം അങ്ങനെയുള്ള, അത് മാത്രമല്ല അതിഭയങ്കരമായ കടുത്ത ശൈത്യം അദ്ദേഹത്തിന് അനുഭവിക്കുമായിരുന്നു. കടുത്ത ശൈത്യം. അന്നേരം ഈ ഭയങ്കരമായ കോൾഡ് കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മരവിച്ച് ആ ഭാഗങ്ങളൊക്കെ ഡെഡായിട്ടിരിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ റിച്ചാർഡ് ഉംബ്രാണ്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പേടി എന്തായിരുന്നു അറിയാമോ? അദ്ദേഹത്തിന്റെ ഇതിന് ശേഷം ഈ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിന്നെ അതിനുശേഷം വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഭയങ്കര ഭയം ഫ്രിഡ്ജ് തുറക്കുന്നതായിരുന്നു. ഈ നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റ് പുറത്തേക്ക് വരും. ഈ തണുത്ത കാറ്റ് അടിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ പാനിക്കാവുമായിരുന്നു. പാനിക്കാവെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ശരീരം അത്രമാത്രം തണുപ്പിനെ അദ്ദേഹം പുറത്ത് കാര്യം അത് അടിച്ചു കഴിഞ്ഞായ സമയത്ത് അങ്ങനെ ക്രൂരമായ പീഡനങ്ങളിലൂടെ, അങ്ങനെ ക്രൂരമായ കഷ്ടതയിൽ കൂടെ കടന്നുപോയതായ അദ്ദേഹം ആ വ്യക്തിയായിരുന്നു ആക്ച്വലി റിച്ചാർഡ് ഉംബ്രാണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചൊരു കാര്യം ഇങ്ങനെയുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും ക്രൂരമായ പീഡനത്തിൽ കൂടെ അങ്ങ് കടന്നുപോയിട്ട് കർത്താവിനെ സേവിച്ചു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ അങ്ങേപ്പോലെ ഒരു വ്യക്തി അപൂർവമായിരിക്കും. അദ്ദേഹം റിച്ചാർഡ് ഉംബ്രാണ്ട് പറഞ്ഞതായ കാര്യം, സ്തോത്രം, എനിക്ക് ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഒന്നും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിഷയമാണ് എനിക്കുള്ളത്. PT പെട്ടെന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കേട്ട് കാണും. നമ്മുടെ ഈ നാട്ടിലേക്ക് ഇപ്പോഴുള്ള പോപ്പുലർ ക്രിക്കറ്റ് താരങ്ങളെ പോലെ വളരെ പ്രശസ്തരായ ഒരു ക്രിക്കറ്റ് താരമായിരുന്നു CT സ്റ്റഡ്. അദ്ദേഹത്തിന് 110 മുറികളുള്ളതായ ഒരു വീടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം കൂടെ കർത്താവ് വിളിച്ചു കഴിഞ്ഞതായ സമയത്ത് അദ്ദേഹം നമുക്കറിയാം ആഫ്രിക്കയിൽ കടന്നു പോയിട്ടുണ്ട്. അതേപോലെ നോർത്ത് ആഫ്രിക്കയിൽ പല സ്ഥലങ്ങളിലൊക്കെയും കടന്നുപോയി കർത്താവിന്റെ വേലയിൽ നിൽക്കാനിടയാക്കും.
അങ്ങനെ ഈ 110 പിന്നെ ഭവനമുള്ളതായ ഈ മുറിയുള്ള വീടെല്ലാം വിറ്റിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് ദിവസങ്ങൾ കേട്ട് കാണും. അദ്ദേഹത്തിന് പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ ഭാര്യയോട് പരിചയപ്പെട്ട് സ്നേഹത്തിൽ വിളിക്കുന്നതായ സമയത്താണ് കർത്താവ് തന്നെ വിളിക്കുന്നത്. കർത്താവ് തന്നെ വിളിക്കുന്നതായ സമയത്ത് അദ്ദേഹത്തിന്റെ കർത്താവ് തന്നോട് പറഞ്ഞ ഇങ്ങനെയാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ സേവിക്കാനാണ് കർത്താവ് തന്നോട് പറഞ്ഞത്. അതിനോടനെ ഇദ്ദേഹം എന്ത് ചെയ്തു? തനിക്കുള്ളതായ ബിൽഡിങ്ങും ഭാര്യയുടെ ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവളൊരു പക്ഷെ വിൽക്കാൻ അനുവദിക്കത്തില്ല എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം വിവാഹത്തിന് മുൻപ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടികൾ മിക്കവാറും എല്ലാം വിറ്റു. അതിനുശേഷം ഉടനെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു വീട് മാത്രം, ചെറിയ ഒരു ഭാഗം മാത്രം താമസിക്കാൻ ഔട്ട് ഹൗസ് പോലെ ഒരു മാത്രം ദേഹിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പോയി പറഞ്ഞു, ഇതേപോലെ ഞാനൊരു കാര്യം പറഞ്ഞ് ശ്രദ്ധിക്കുക, എനിക്ക് ചെയ്യേണ്ടി വന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ഉടനെ പറഞ്ഞു, ഇതേപോലെ നിനക്ക് വേണ്ടി പക്ഷെ വിഷമിക്കേണ്ട, നമുക്ക് പാർക്കാൻ വേണ്ടി ഒരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ അദ്ദേഹത്തിന്റെ ഭാര്യ ചേട്ടന്റെ ഭാര്യ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ആക്ച്വലി നിങ്ങളെ എനിക്ക് വേണ്ട, നിങ്ങളെ എനിക്ക് വാങ്ങാം. ഇതിന് അവള് പറഞ്ഞു, നമുക്ക് എനിക്ക് എന്റെ സമ്പത്തെല്ലാം പോയത് കൊണ്ടാണോ? അല്ല, നിങ്ങൾക്ക് സമ്പൂർണ്ണ സമർപ്പണമുള്ള വ്യക്തിയല്ല. നിങ്ങളുടെ ദൈവം പറഞ്ഞു നിങ്ങൾക്കുള്ളതെല്ലാം വിൽക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് പിന്നെ ഒരു വീട് നമുക്ക് താമസിക്കാൻ വേണ്ടി കീപ്പ് ചെയ്യുന്നത്? അതും കൂടെ കർത്താവിന് വേണ്ടി കൊടുത്തതിന് ശേഷം ഉടനെ എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. നോക്കുക, ആ സ്ത്രീയുടെ സമർപ്പണം നോക്കുക. ഇവരിവിടെ നിന്ന് പോയതിനു ശേഷമായി നോർത്ത് ആഫ്രിക്കയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് താമസിച്ച് ഒരു കൊച്ചൊരു കുടിൽ അവരുണ്ടായി. ഒരു കുടിലാണ് താമസിച്ചത്. ആ കുടിലിന്റെ പേരെന്താ അറിയാമോ? ബക്കിംഗ്ഹാം പാലസ് ആണ് കുടിലിന്റെ പേരിട്ടത്, ബക്കിംഗ്ഹാം പാലസ്. ബക്കിംഗ്ഹാം പാലസ് വേണ്ട നാട്ടിലെല്ലാം വരുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും, തിരിച്ചു വരുമ്പോൾ ചോദിക്കും എവിടെ താമസിക്കുന്നത്? അദ്ദേഹം പറയാറുണ്ട് ബക്കിംഗ്ഹാം പാലസിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, വളരെ കഷ്ടതയോടെ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ ക്രൂരമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. ഒത്തിരി കഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു. അവസാനം ഒരു മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം വളരെ ക്ഷീണിതനായിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ, CT ഷണ്ടിനെ കുറിച്ച് എല്ലാ കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു, എന്റെ രക്ഷകനായ കർത്താവിനെ കുറിച്ച് നോക്കുമ്പോൾ, ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ക്രൂശിൽ എന്റെ കർത്താവ് ചെയ്തതായ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ പ്രവൃത്തികൾക്ക് എന്ത് വില, അതിനെന്ത് സ്ഥാനം, അതൊന്നും ഇതിനു മുമ്പിൽ അടുത്തുപോലും വരികയില്ല. അങ്ങനെ ഇവരെല്ലാവരും അവർ കണ്ടിരുന്നതായ കാര്യം എന്തായിരുന്നു? ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഉടനെ അപ്രയോജനപ്പെടുത്തി എന്നാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗ് പ്രസംഗിച്ച നമ്മളൊക്കെ എന്നെ കേൾക്കുന്ന നമ്മളൊക്കെയും എന്ത് ചെയ്യാണ്? സുവിശേഷവേലയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങൾക്ക് കൊടുക്കാറുണ്ട്. നമ്മൾ സഭയ്ക്ക് സ്ഥലം കൊടുക്കുന്നവരായിരിക്കും, പല കാര്യങ്ങൾ ചെയ്തവരായിരിക്കും. നമ്മൾക്ക് ബാക്കി കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഒരു പക്ഷേ അപ്പത്തിന് അങ്ങനെ കൊടുത്തു, ഞാൻ അങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയുന്നവരാണ്. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി. വീഗാനാഥിനെ പറ്റി ഈ ചിറ്റിലപ്പള്ളിക്ക് 1000 കോടി, ഇത് ആരും മ്യൂട്ട് ചെയ്യണം. അന്നേരം അദ്ദേഹത്തിന് 1000 കോടി രൂപയുടെ സമ്പത്തുള്ളതായ ഒരു സമയത്തായിരുന്നു അദ്ദേഹം തന്റെ കിഡ്നി എടുത്ത് ചെയ്തു. അദ്ദേഹം ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ സ്വന്തം കിഡ്നി അദ്ദേഹം ദാനം ചെയ്തത് 1000 കോടി രൂപയുടെ ആസ്തിയുള്ള സമയത്താണ്. ഇപ്പോൾ അതിനെക്കൊണ്ട് ഒരു പൈസ ഉള്ളത്. പക്ഷേ ആ സമയത്താണ്, എനിക്കൊന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ സമയത്ത് കൂടിക്കഴിഞ്ഞാൽ 50-55 വയസ്സിനകത്തൊന്നും കാണത്തില്ല. അദ്ദേഹം തന്റെ ഒരു കിഡ്നി ദാനം ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ച ചോദ്യം, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും സുവിശേഷവേലയ്ക്ക് വേണ്ടി കിഡ്നി ദാനം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കൊടുത്തു എന്ന് പറയുന്ന ആ സമയത്ത് ദൈവം നമുക്ക് വല്ലതും തന്നതല്ല നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് എന്താ? ആക്ച്വലി, അയ്യോ ഞാൻ ഇന്നത് ചെയ്തു, ഇന്ന കാര്യം പ്രവർത്തിച്ചു, ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കും, ഇത്രത്തോളം കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ കർത്താവോട് പറയുന്നത് എന്താണ് പറയുന്നത്? എന്തെല്ലാം ചെയ്താലും, കൽപ്പിച്ചതൊക്കെ ചെയ്താലും, എല്ലാം കഴിയുമ്പോൾ ഉടനെ അറ്റ് ദ എൻഡിൽ അവസാനം എന്താ പറയണത്? ഞാൻ അപ്രയോജന വൃത്തി ചെയ്യേണ്ടത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ചെയ്യേണ്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തെ ആ ഒരു അനുഭവത്തിലേക്ക് എന്ത് ചെയ്യണം? ആ ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരണം. തൽക്കാലം നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു കോണിലെങ്കിലും ഐ ഡിഡ് ദിസ്, നെബൂഖദ്നേസർ പറയുന്ന പോലെ ഞാൻ ആ കാര്യം ചെയ്തു, ഈ കാര്യം ചെയ്തു എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും പറയുന്ന ഒരു സമയത്ത് നമുക്കത് 0 ആകാൻ തക്കോണം കഴിയുമ്പോൾ ഞാൻ ഒന്നും കർത്താവ്
ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചതിന് ശേഷം ഉടനെ ഇതുവരെ ചെയ്ത കണക്കുകൾ മുഴുവൻ എടുത്തു വെച്ചതിന് ശേഷം ഉടനെ ഈ കാര്യങ്ങൾ എടുത്ത് ആ പേപ്പർ എഴുതിയതിനു ശേഷം ഉടനെ ചുരുട്ടി എടുത്ത് അടുപ്പിടാൻ പറ്റും. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് അസാധ്യമാണ്. കാരണം കർത്താവ് പറയുകയാണ് we need to have that attitude. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ, ആ ഒരു മനോഭാവം വന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഭവമായിരിക്കും. ആ 0 പോയിന്റിൽ നിന്ന് മാത്രമേ കർത്താവിന് നമ്മളെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഉപയോഗിക്കാൻ തക്കോണം കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു സെർവന്റിനെ പോലെ കർത്താവ് പറയാണ്, നിങ്ങളും അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആക്കിയിരിക്കുന്ന ദൈവമക്കളെ, നമ്മളെ ഒരു രണ്ടാമത്തെ കാര്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഓരോന്ന് പറയുന്നത് എന്താണ്, സൽപ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മളെ ശ്രദ്ധിച്ചത് സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ്. ആ സൽപ്രവൃത്തി എന്താണ്? ആ കാര്യങ്ങൾ സാഹചര്യം, ഓരോ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മളത് ചെയ്യാൻ തക്കവണ്ണം ഇടയായി തീരണം. എന്റെ വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോ ഒരു പ്രസംഗം വളരെ ഇപ്പൊ രാവിലെ നല്ലൊരു 1 മണിക്കൂറത്തെ പ്രസംഗമെല്ലാം, ശക്തമായ പ്രസംഗമെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുക. ആക്ച്വലി അങ്ങോട്ട് ചെയ്യുന്നതായ സമയത്ത് അങ്ങോട്ട് ഇരുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യുക, സിങ്കിനകത്ത്, പക്ഷേ രാവിലെ ആയിക്കോട്ടെ, അന്നേരം സിങ്കിനകത്ത് ആക്ച്വലി 2 പാത്രം കിടക്കും. 2 പാത്രം കിടക്കുമ്പോൾ ഉടനെ ഞാൻ പറയും, അവരോട് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണ്ടേ, എന്ത് വഴി നോക്കുന്നത്, അതെല്ലാം കഴിവെന്താ വെക്കാത്തത്, അവിടെ പാത്രം മേശപ്പുറത്ത് കിടക്കുന്നല്ലോ. പക്ഷെ എന്നാൽ ഞാൻ നേരെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, എന്റെ ഭാര്യ വളരെ ഉത്സാഹത്തോടെ കഷ്ടപ്പെടുന്നവളാണല്ലോ, വളരെ വളരെ പ്രയാസപ്പെട്ട് ആഹാര കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ, എനിക്ക് കുറച്ചുകൂടെ മസിലൊക്കെ ഉണ്ടല്ലോ, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം എന്ത് ചെയ്യുക, അതൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക. എന്റെ ഭാര്യയ്ക്ക് ഒരു ആശ്വാസമാകട്ടെ. അതല്ലെങ്കിൽ ഞാനൊരു കാര്യം എന്ത് ചെയ്യും, വീട്ടിലൊരു കാര്യം ചെയ്യുക. ഞാൻ പറയുന്നത് കാരണം ഏത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ പ്രസംഗിക്കുന്ന കാര്യമായിരിക്കും വലിയ കാര്യമായിട്ട് പറയുന്നത്. ആക്ച്വലി ഒരു പക്ഷേ കർത്താവ് നോക്കി എന്തായിരിക്കും അറിയാമോ, കർത്താവ് നോക്കിയ കാര്യം എന്താ, ആക്ച്വലി പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയതിന് ശേഷം ഇത് കണ്ടിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് കർത്താവിനെ കുറിച്ച് നോക്കുന്നത്. ഞങ്ങൾ നമ്മുടെ നാട്ടിലെ പട്ടാഴി IPS ചർച്ചിലാണ് ഞങ്ങളായിരുന്നത്. എന്നിട്ട് അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു മാഗസിൻ, ഞങ്ങളുടെ ഒരു സിൽവർ 50th സിൽവർ ജൂബിലിയുടെ ഗോൾഡൻ ജൂബിലിയുടെ സമയത്ത് ഒരു തുണി ഇറക്കാൻ വിചാരിച്ചു. ഒരു സാമ്പത്തികമായിട്ടൊരു കാര്യം വേണം. അന്നേരം സാമ്പത്തികമായിട്ടൊരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പല ആലോചിച്ച് ആരെയാണ് നമുക്കൊന്ന് കാണുന്നത്. അതിനോടെ ഞങ്ങൾ പത്തനാപുരത്തുള്ള ഒരു ധനികനായ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കും. പക്ഷെ എനിക്ക് ആർക്കും പരിചയമില്ല, ആരെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എങ്കിലും ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ഒക്കുമെന്നുണ്ടെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കാമെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അത് ചെറുപ്പക്കാരായിട്ടിരിക്കുന്ന വളരെ എങ്ങായിരുന്നല്ലോ. അന്നേരം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ രാവിലെ അവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഈ ഞങ്ങളുടെ അടുത്തൂടെ പോകുന്ന റോഡിന്റെ അടുത്ത് വരുമ്പോൾ ഈ ലോറികൾ വന്ന ഒരു ശബ്ദം ഉണ്ടാക്കും. ലോറി ഇങ്ങനെ പ്രത്യേകിച്ച് ലോഡുമായിട്ട് വരുന്ന വണ്ടി വരുന്ന സമയത്ത് കാര്യം എന്ത് കഴിഞ്ഞാൽ ലോഡില്ലാതെ വരുന്ന വണ്ടികൾ വരുമ്പോൾ, കാരണം ഈ അവിടെ ഒരു കുഴിയുണ്ട്, അവിടെ റോഡിന്റെ സൈഡിൽ റോഡിന്റെ നടുക്ക് ഒരു ചെറിയ ഒരു മണ്ണൊക്കെ മാറിയ ശേഷം വലിയ ഗട്ടർ അവിടെ ഉണ്ട്. അന്നേരം ഈ ഗട്ടറിന്റെ അടുത്ത് വരുമ്പോഴാണ് ഈ ആക്ച്വലി വണ്ടി വന്നിട്ട് അവിടെ വന്നിട്ട് ഒന്ന് അതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതിന്റെ പുറകിലുള്ള ഇത് കിടന്ന് അടിക്കുന്ന സൗണ്ട്. അന്നേരം ഇതിങ്ങനെ 2-3 ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മനസ്സിലായി ആക്ച്വലി ഇതായിരിക്കും. അന്നേരം ഞാൻ രാവിലെ അതുവഴി പോയ സമയത്ത് ഇത് കണ്ടു. ഞാൻ പതുക്കെ അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു തൂമ്പയും ഒരു കുന്താലിയൊക്കെ എടുത്ത് കുറച്ച് കൊട്ടയൊക്കെ എടുത്ത് ആ സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് കാര്യങ്ങളെല്ലാം വെട്ടി അവിടെ ഇതൊക്കെ ഫില്ല് ചെയ്ത് കുറച്ച് കല്ലെല്ലാം വാരി അവിടെ കിട്ടും. ഞാൻ ചെയ്യാതെ വിചാരിച്ചു. ഞാൻ മറ്റൊന്നും ചിന്തിച്ചതല്ല, ചെയ്യാതെ വിചാരിച്ചു. പക്ഷെ ചെയ്യാതെ വിചാരിച്ച് കഴിഞ്ഞ സമയത്ത് നോക്കിയ സമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു കാർ വന്നു, ഒരു അംബാസഡർ കാർ വന്നു. അവിടെ നടക്കുന്ന അതൊരു അംബാസഡർ കാറിന്റെ അടുത്ത് വന്ന് നിന്നതിന് ശേഷം ഉടനെ ആ കാർ വന്നു. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഇതൊന്ന് കല്ല് നിട്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ആ കാര്യം തീർക്കുന്നത് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ല, അദ്ദേഹം അവിടെ നിന്നതിന് ശേഷം ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു, എന്നെ കാറിനകന്നു. അതിനുശേഷം ഉടനെ എന്നെ അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്റെ അടുത്തേക്ക് വന്നു. മോന്റെ പേരെന്തുവാ എന്നൊക്കെ ചോദിച്ചു, എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഈ വ്യക്തിയെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. ഈ വ്യക്തിയെ കുറിച്ച് എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും. ഇദ്ദേഹം വന്നിട്ട് ആരാ പോലെ ഇതുപോലെ ഞാൻ പറയും ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച് കഴിഞ്ഞു എന്നെല്ലാം പറഞ്ഞു. അദ്ദേഹം തമാശിക്കാൻ അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു, സാറിന്റെ ഉപദേശിമാരെന്ത് ഇങ്ങനെയുള്ള ജോലികളും ചെയ്യത്തില്ലല്ലോ, അവര് വചന ശുശ്രൂഷയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തെല്ലാം പറഞ്ഞ ശേഷം ഉടനെ ഞങ്ങൾ എന്ത് ചെയ്തു, അതിനുശേഷം ഉടനെ അദ്ദേഹം പറഞ്ഞു നല്ല കാര്യമാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ, ഏത് ചർച്ചിലാണ് പോകുന്നത്, പട്ടാഴി ചർച്ചിലാണ് പോകുന്നത് പറഞ്ഞ അദ്ദേഹം 1-2 വാക്ക് പറഞ്ഞു. അന്നേരം ഈ വാക്ക് പറഞ്ഞതിന് ശേഷം ഉടനെ അദ്ദേഹം അതിന് ശേഷം ഉടനെ പറഞ്ഞ് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി.
പക്ഷെ പോയതിനു ശേഷം രസകരമായ കാര്യമല്ല, ഉച്ച കഴിഞ്ഞ് ഞങ്ങള് ഈ ആൾക്കാരുടെ അഡ്രസ് അനുസരിച്ച് ഒരു വീട്ടിൽ ചെന്നു. പക്ഷെ ആ വീട്ടിൽ ചെന്ന് ഡോറ് തുറന്ന് തന്നെ ആരാ നൽകുന്നത്? ആ ഉച്ചയ്ക്ക് എന്റെ അടുത്ത് വന്ന് അപ്രീഷിയേറ്റ് ചെയ്ത ആ വ്യക്തിയാണ് ആ ഡോറ് തുറന്നത്. അദ്ദേഹം എന്നെ കാണുകയും ഞാൻ അദ്ദേഹത്തെ കാണുകയും അതിശയം വിചാരിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം എന്നെ കണ്ടതിന് ശേഷം ഉടനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് മനസ്സിലായൊന്നുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛാനെനിക്ക് മനസ്സിലായില്ല, എനിക്ക് ആരാധന എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്നേരം ഉടനെ ഇദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള എന്റെ കൂടെയുള്ള എന്റെ കൂട്ടുകാർ, ചർച്ചയിലുള്ള ആൾക്കാർ വിചാരിക്കുക തോമസ് നമ്മളോട് കള്ളം പറയായിരുന്നു, കാരണം ഞങ്ങൾ തമ്മിൽ വല്ല പരിചയമുണ്ടെന്ന കാര്യം എന്താ പറയാത്തതെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉച്ചക്കത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഒരു സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നുവെങ്കിൽ അന്നേരം അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: പിന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്യ്, നിനക്കുള്ളതായ അതിനുള്ള കാര്യം ഞാൻ ചെയ്തോളാം. നോക്കുക, ആരെടുത്ത റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. അന്ന് ഉച്ചയ്ക്ക് വന്ന ശേഷം ഉടനെ ഞാൻ വിചാരിച്ചു, സുവിശേഷകരെ ചെയ്ത പഠിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് പരസ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നായിരുന്നു എന്ത് പോകുമായിരുന്നു. പക്ഷെ എന്നാൽ എനിക്ക് ചിന്ത ഉണ്ടായി. ചുറ്റുപാട് ആൾക്കാരെല്ലാം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ആ കുഴി അടുത്ത് വരുമ്പോൾ രണ്ട് ചീത്തയെ വിളിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ സർക്കാരുണ്ട്, ഇവിടെ ഒരു പഞ്ചായത്തുണ്ട്, ആർക്കൊരു ഉത്തരവാദിത്വമില്ല. ഇത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ എനിക്കൊരു തോന്നൽ തോന്നി, പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു, അതുകൊണ്ട് പോയി ചെയ്യാൻ തോന്നി. ആ കാര്യം ചെയ്ത സമയത്ത് ആ മൊമെന്റിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉള്ള കാര്യം നടത്താൻ വേണ്ടി ഒരു വ്യക്തിയെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, ഞാൻ പറഞ്ഞതിൽ കൂടെ പറഞ്ഞ കാര്യം, നമ്മളെ ദൈവ സൽപ്രവർത്തിക്കായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും somebody is watching. നമ്മളെ ചെയ്യുന്ന പ്രവൃത്തിയെ കർത്താവ് വാച്ച് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയല്ല, നമ്മളെ ആരുടെ വാച്ച് ചെയ്യാൻ വേണ്ടിയല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? എവറി ടൈം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവസാനം എനിക്ക് പറയാൻ കഴിയുന്ന ഒരു വാക്കിതായിരിക്കണം: ഞാൻ ഒരു അപ്രയോജനപ്രത്യനാണ്, ചെയ്തിട്ടുള്ളൂ. ഓരോ കാര്യങ്ങൾ ദൈവസ്ഥലത്തിൽ വിശ്വസ്തയോടെ ചെയ്തതിനു ശേഷം നമുക്ക് എപ്പോഴും 0 പോയിന്റിലേക്ക് വരണം. എപ്പോഴും ഓൺ ദ ഫ്ലോർ. നമുക്ക് എന്ത് ചെയ്യുക? ആ ഭൂമിയിലേക്ക് നിന്നുകൊണ്ട് തിരിച്ചു വരാൻ കഴിയണം. ഒരു സമയത്ത് പോലും ഏനി മൊമെന്റ്, ഒരുപക്ഷെ ചുറ്റുപാടും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കാം, ഒരുപക്ഷെ കുറ്റപ്പെടുത്തുമായിരിക്കാം. ഇത് രണ്ടും എന്നെ ബാധിക്കാറില്ല. കാരണം എന്നെ ഏൽപ്പിച്ചതായ ഒരു ശുശ്രൂഷയുണ്ട്, എന്നെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയില്ല, കർത്താവിനെന്ന പോലെ. ഇനി കർത്താവിന് ദാസൻ നേരത്തെ പറഞ്ഞതായ ആ ആലോചനയും കൂടെ ചേർത്തൽ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ, നമുക്ക് പ്രതിഫലം തരുന്ന ഒരു കർത്താവുണ്ട്. സമയത്ത് നമ്മളെ മാനിക്കുന്നതായ, തക്ക സമയത്ത് ഓർഡർ ചെയ്യുന്നതായ എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മനുഷ്യരുടെ മുഖത്തിലുണ്ടോ, ആരുടെയും മുഖത്തിലുണ്ട് ഒരു വാക്ക് ആവശ്യമില്ല. അത് എന്തിൽ നമുക്ക് പറയാം, ഒരിക്കൽ കൂടെ നമുക്ക് പറയാം: കർത്താവേ, ഞങ്ങൾ പ്രയോജനപ്രത്യന്മാർ. ദൈവമേ, നമുക്കൊരു വ്യക്തം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രയറിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ ജനത്തിനായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മക്കള് കർത്താവെ, അവർ ചെയ്യുന്ന കാര്യം ആരും കാണുന്നത് അറിയുന്നില്ല. കർത്താവെ, അവരുടെ ശബ്ദം കൊണ്ട് ചിലരെ മാത്രമേ ഞങ്ങൾ തിരിച്ചറിയാൻ തക്കോണം കഴിയുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവജനത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി കർത്താവെ, അങ്ങയുടെ നിലകൊള്ളുന്ന അങ്ങയുടെ പ്രിയ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളെ ഞാൻ അനുഗ്രഹിക്കുമാറാകണം. കർത്താവ്, പ്രവൃത്തി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് നിനക്കെട്ടുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവെ ഞങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് ആ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അറിയിക്കാത്ത പ്രതിഫലം അത് ഞങ്ങളെ നിർത്തിയവരായ കർത്താവ് അങ്ങാണല്ലോ. കർത്താവ്, കടിയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആനന്ദത്തേക്കാൾ ഞങ്ങളുടെ അവസാനം നല്ലതായി തീരുവാൻ, ശേഷിക്കുന്നതായ കാലം സേവിക്കുവാൻ അങ്ങനെയാക്കണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഇത് പങ്കെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. ഓരോ ദൈവജനത്തെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് എന്റെ കർത്താവിന്റെ മക്കളെ രാവിലെ അനുഗ്രഹിക്കുമാറാകണമേ.
രാജ്യത്തെ അനുഗ്രഹിക്കണം. കർത്താവിലോ രാജ്യങ്ങളെ അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടെ അങ്ങനെ കരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. മഹത്വപ്പെടുമാറാകട്ടെ. കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാമോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലോചന കർത്താവിന്റെ സന്നിധിയിലെ കേൾക്കുവാനിടയായല്ലോ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന്റെ ദാസിനെ, കുടുംബത്തെ, ശുശ്രൂഷകളെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെ പറയണം. ഒരു ദൃഷ്ടാന്തം അവിടെ പറഞ്ഞ് അല്ലെങ്കിൽ അതവിടെ സ്ഥാപിക്കുകയാണ്. ഇതിന്റെ ദിവസത്തെ ഇതാണ് നമ്മൾ ദൈവസന്ധി എത്രത്തോളം താഴ്മയോടെ നമ്മള് ഏൽപ്പിച്ച ജോലി മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ എന്നുള്ള സ്തോത്രം. അത് ചെയ്യുവാൻ നമ്മൾ ഉത്തരവാദിത്വപ്പെട്ടവരാണ് എന്നുള്ള ഒരു പ്രതിഫലവും ചെയ്യാതെ നമ്മൾ ഉത്തരവാദിത്വപ്പെട്ട ജോലിയാണ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് താൻ ഇവിടെ വചനത്തിൽ കൂടെ സ്ഥാപിക്കാനിടയായത്. ബാക്കി അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി ാണ് സ്തോത്രം സ്തോത്രം. ചെയ്താൽ ഞാൻ എന്റെ സംഖ്യയിൽ ഞാൻ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കാറുള്ള ഒരു വിഷയമുണ്ട്. കർത്താവ്, ഞാൻ എന്തെങ്കിലും നന്മ ആർക്കും ഞാൻ ഓർക്കില്ലേ, എന്നാൽ എന്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദിനംതോറും ഓർമ്മപ്പെടുന്ന ഞാൻ സത്യസന്ധമായ ദൈവമായി പ്രാർത്ഥിക്കാറുള്ള ഒരു വിഷയമാണ്. നമ്മൾ അത് ഓർത്തുകൊണ്ടിരുന്നാലുണ്ടല്ലോ നമ്മുടെ മുമ്പോട്ട് പോയില്ല. നമ്മുടെ വണ്ടി ഓടത്തില്ല. സ്തോത്രം. അവിടെ സ്റ്റക്കപ്പാനിൽക്കും സ്തോത്രം സ്തോത്രം. അതുപോലെ വളരെ ഗൗരവമായ അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് സ്തോത്രം നടന്ന സംഭവമാണ്. താൻ ഇദ്ദേഹത്തിന്റെ ജോലി എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ഒരു തെരുവ് പ്രസംഗി. വിദ്യാഭ്യാസമോ മറ്റോ യോഗ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം നേരം എടുത്തൊരു ഒരു ബൈബിളും ഒരു പഴയ ബൈബിളും എടുത്ത് സ്ട്രീറ്റുകളിലെല്ലാം പോയി, തെരുവുകളിലെല്ലാം പോയി ജോലി. ഇങ്ങനെ ആരെത്ര പേര് രക്ഷകരും അറിയത്തില്ല. ഇങ്ങനെ താൻ ഒരിക്കല് സുവിശേഷം പ്രസംഗിച്ചു വന്നപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണകാലമാണ്. ഇദ്ദേഹത്തെ പട്ടാളക്കാർ വന്ന് പിടിച്ച് ജയിലിൽ പോകും. ഇദ്ദേഹം ആ രാജ്യത്തിനെതിരായിട്ട് യാതൊരു സംസാരിച്ചില്ല. ഇദ്ദേഹം അവിടുന്ന് സുവിശേഷം പ്രസംഗിച്ചതാണ്. ഈ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. കുറച്ചു നാൾ കഴിഞ്ഞ് ജോലി നിങ്ങൾക്ക് വിട്ടു. ഇദ്ദേഹം ജയിലിൽ പോയപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ്, ഞാൻ എന്തുകൊണ്ടാണ് ജയിലിൽ വന്നത്? ഞാൻ എതിരായിട്ട് ഒന്നും സംസാരിക്കുകയോ അവർക്കെതിരെ സമരം ചെയ്യുകയോ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്ന് ഞാൻ ചിന്തിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ലെറ്റർ വീട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജയിലിൽ പോയവർക്കെല്ലാം പെൻഷൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജയിലിൽ പോയവർക്കെല്ലാം പെൻഷൻ. കണക്കെടുത്ത് നോക്കി ആരെ നോക്കിയപ്പോൾ ഈ പാവപ്പെട്ട ഉദ്ദേശിയുടെ പേരുണ്ട് ദൈവത്തിന്റെ വഴികൾ എന്തെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. സ്തോത്രം. യോഗ്യമായ നിലയിൽ അങ്ങ് ചെയ്യും. സ്തോത്രം. ഈ ഭൂമിയിൽ തന്റെ സന്ധാരണത്തിനു വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കിയ വഴി എന്താ? സ്തോത്രം. അതാണ് ദൈവത്തിന്. ഇങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. യിരെമ്യാവ് പ്രവചനം താൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് വായിക്കുന്നുണ്ട്. 20:7 മുതൽ, യഹോവേ, നീ എന്നെ സമ്മതിച്ചു പോകേണ്ടിയിരിക്കുന്നു. നീ ബലം ജയിച്ചിരിക്കുന്നു. ഞാൻ എട്ടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടപെടാതെ നിന്നയ്ക്കും പരിഹാസത്തിൽ ഹേതുവായി തീർന്നിരിക്കുന്നു. ഞാനിനി അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കില്ല എന്ന് പറഞ്ഞാലോ അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച തളർന്ന് എനിക്ക് വഹിയാതെയായി സർവത്ര ഭീതി. ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഒരു രാജകൊട്ടാരത്തിൽ ജനിച്ച് വളർന്ന ഈ മനുഷ്യന് കർത്താവിന്റെ വേർതിരിച്ചപ്പോൾ തന്റെ പ്രവൃത്തി ദൈവനാമ മഹത്വത്തിനായി കർത്താവിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ്. സ്തോത്രം.
കർത്താവിന്റെ തന്നിൽ നിന്ന് ആലോചന പ്രാപിച്ച മനുഷ്യന് രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ജോലിയാണ് ദൈവത്തിന് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. രാജാക്കന്മാർക്ക് ദൈവാലോചന കൊടുക്കണമെങ്കിൽ രാജാവ് വളരെ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്താ സംഭവിക്കുന്നത്? ഭീതിയാണ് ോടെ കഷ്ടതയോടൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ദൈവനാമം ആലോചന പറയുമ്പോഴും സ്തോത്രം അല്ലെങ്കിൽ സർവത്ര ഭീതിയും അല്ലെങ്കിൽ മറ്റ് പാഴ്വാക്കളും പൊഴിവാക്കളും ഉപദ്രവവും സങ്കടവും ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേരിടുന്നത്. സ്തോത്രം. അപ്പോൾ ഞാനത് വിട്ടിട്ട് ഓട്ടിപ്പോകുകയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശത്തെ വിടുന്നില്ല. സ്തോത്രം. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസയാപ്രവചനം 51 അധ്യായം അതിന്റെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 51 നീതിയെ പിന്തുടരുന്നവരും യഹോവയുടെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുകയും ഞാൻ അവരെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ 2 കാര്യം പറയുന്നു. നിങ്ങളെ പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും. ഈ പാറയുടെ കാര്യം ശ്രദ്ധിച്ചാണ് കർത്താവിന്റെ ദാസന് ശില്പത്തെ. ഒരു ശില്പി ഒരു പാറ എടുത്തൊരു ശില്പം ഉണ്ടാക്കുവാൻ വിചാരിക്കുന്നതിന് മുമ്പേ ഈ ശില്പിയുടെ മനസ്സിൽ ഒരു രൂപമുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെടുത്തി എടുക്കേണ്ടതെന്നുള്ളത്. ആ രൂപം അനുസരിച്ചാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുറമേ നിന്ന് മനുഷ്യൻ നോക്കിയാൽ ഒരു പാറ കഷ്ണം, ഒരു വലിയ പാറ ഇങ്ങനെ ഇരിക്കുന്നു. യാതൊരു ഷേപ്പും. പക്ഷേ അതിനെ ഉണ്ടാക്കുന്ന ശില്പിയുടെ മനസ്സിൽ ഈ പാറയിൽ ഒരു രൂപം കണ്ടിട്ടുണ്ട്. സ്തോത്രം. അത് തന്റെ ആ സ്വന്തം ഇമേജിലുള്ള രൂപമാണ് താൻ കണ്ടിരിക്കുന്നത്. സ്തോത്രം. സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് യാതൊരു ഷേപ്പും ഇല്ലാതെ കിടന്ന, അല്ലെങ്കിൽ യാതൊരു രൂപമില്ലാതെ കിടന്ന നമ്മളെ ഉടയതമ്പുരാൻ കണ്ടത്. സ്തോത്രം. നിങ്ങളെ ഖനിഗർഭത്തിലേക്ക് നോക്കൂ. എന്തെല്ലാം മാലിന്യങ്ങളാണ് ഈ ഖനിഗർഭത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അനേകം മാലിന്യങ്ങളും നല്ലതും എല്ലാം കൂടെ ചേർന്ന് കിടന്ന ഇടത്തു നിന്ന് നമ്മളെ കുഴിച്ചെടുത്ത് പല പ്രോസസ്സിൽ കൂടെ കൊണ്ടുവന്ന് പ്രയോജനപാത്രമാക്കി, പ്രയോജനമുള്ള ഒരു രൂപമാക്കി, പ്രയോജനമുള്ള അവസ്ഥയാക്കി നമ്മളെ മാറ്റിയപ്പോൾ നമ്മളെ കുഴിച്ചെടുത്ത ആ ഖനിയുടെ ഉടമസ്ഥന് നമ്മളിൽ നല്ലൊരു രൂപം, നല്ലൊരു ആ മനുഷ്യൻ കണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. ഇങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ആത്മീയമായ മർമ്മം ഇതാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. പലവിധമായ സാഹചര്യങ്ങൾ കൂടെ നടന്നു. ഒരു രൂപവും ഒരു ഷേപ്പും ഇല്ലാതെ കിടന്ന അവസ്ഥകളിൽ നമ്മളെ കർത്താവ് അവന്റെ രൂപം നമ്മളിൽ കണ്ടു, അവന്റെ തേജസ് നമ്മളിൽ കണ്ടു, അവന്റെ സ്വഭാവം നമ്മളിൽ കണ്ടു. അല്ലെങ്കിൽ അവൻ വസിക്കുന്ന ഇടം നമ്മളിൽ കണ്ടു. സ്തോത്രം. അവന്റെ നമ്മളിൽ കർത്താവ് കണ്ടു. സ്തോത്രം. ആ ഒരു പ്രോസസ്സിലേക്ക് ഈ യാത്ര നമ്മളെ മുമ്പോട്ട് നടത്തുമ്പോൾ സ്തോത്രം പലപ്പോഴും വിട്ടിട്ട് ഓടിപ്പോകുവാൻ നമുക്ക് തോന്നും. കാരണം കഷ്ടത കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഈ പാറയെ കൊത്തി എടുക്കുമ്പോൾ ഈ പാറയെ ചിന്തിപ്പാൻ കഴിയും. ഞാനിങ്ങനെ ശ്രദ്ധിക്കാത്തവരെ ഈ കഷ്ടതയിൽ കൂടെ, ഈ ദുഃഖത്തിൽ കൂടെ, ഈ പ്രയാസത്തിൽ കൂടെ, ഈ അടിയിൽ കൂടെ, ഈ തൊഴിയിൽ കൂടെ, ഈ നിന്നലിൽ കൂടെ, ഈ പരിഹാസത്തിൽ കൂടെ, ഈ തുപ്പലിൽ കൂടെ, ഈ നമ്മുടെ സൃഷ്ടിതാവ് നമ്മളിൽ മനോഹരമായ ഒരു രൂപം കണ്ടിട്ടുണ്ട്. ആ രൂപം കാണുന്നത് കൊണ്ടാണ് നമ്മളെ നമ്മുടെ രക്ഷിതാവിന് പ്രയോജനപാത്രമാക്കി തീർക്കുവാൻ നമ്മളെ ആഗ്രഹിക്കുന്നത്. 73-ലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നാട്ടിലുള്ളപ്പോൾ സ്തോത്രം കൊട്ടാരക്കര ഒരു ചന്തമുക്കിലെ ഹൈസ്കൂൾ വെച്ച് ഒരു സയൻസ് എക്സിബിഷൻ ഉണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെല്ലാവരും കണ്ടിട്ട് പോയി. സ്തോത്രം. വലിയ ക്രൗഡാണ് അവിടെ. ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായ എക്സിബിഷൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ കണ്ട് നടന്ന് പോയപ്പോൾ മറ്റു റൂമിലേക്ക് ഗൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മറ്റു റൂമിലേക്ക് കടന്നു പോയപ്പോൾ ഒരു കൂടെ ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിന്റെ ബിഹൈൻഡിൽ കുറച്ച് കുഞ്ഞുങ്ങൾ പിള്ളേർ ഞാൻ നിൽപ്പുണ്ട്.
അപ്പോൾ ഒരു സൈൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, പരിസ്ഥിതിയെ തകിടം മറിക്കുന്ന അത്ഭുത ജീവി. സ്തോത്രം. അപ്പോൾ ഇത് കണ്ടിട്ടൊക്കെ ഇറങ്ങി വരുന്ന ആൾക്കാർ വളരെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. സ്തോത്രം. അപ്പം കയറിപ്പോകുന്ന ആൾക്കാർ ഭയങ്കര ആകാംക്ഷ, എന്താണ് പരിസ്ഥിതിയെ തകിടം മറിക്കുന്ന ഈ അത്ഭുത ജീവി, ഈ കൂടയുടെ കീഴിൽ എന്താണ് ഇരിക്കുന്നത്, ഈ അത്ഭുത ജീവി കാണണമെന്ന് പറഞ്ഞ് ഓരോരുത്തരെ കയറ്റി അങ്ങോട്ട് വിട്ട് അവരും കയറി ഇറങ്ങി വരുമ്പോൾ സ്തോത്രം അവരും ചിരിച്ച് അട്ടഹസിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഞാൻ കണ്ടപ്പോഴെന്താ ഈ കൂടെ ഇന്നപ്പോഴൊക്കെ കാണിച്ചിട്ട് ഒരു മിറർ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു. സ്തോത്രം നോക്കാൻ പറഞ്ഞു. സ്തോത്രം നോക്കിയപ്പോഴെന്താ നമ്മുടെ രൂപമാണ് ആ മിററിൽ കാണുന്നത്. സ്തോത്രം. പരിസ്ഥിതിയെ തകിടം പിടിക്കുന്ന അത്ഭുത ജീവി. സ്തോത്രം. ശ്രദ്ധിക്കാറുള്ള ഒരു വലിയ ആത്മീയ മർമ്മം ഇതിനുണ്ട്. പരിസ്ഥിതിയെ തകിടം മറിക്കാൻ വേണ്ടി, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ വേണ്ടി യാതൊരു രൂപവും ശേഷിയുമില്ലാതിരുന്ന നമ്മുടെ കർത്താവ് സ്തോത്രം നമുക്ക് ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയും. നമ്മുടെ ഒരു വാക്ക് മതി. നമ്മുടെ സൃഷ്ടിതാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉടയവന്റെ, നമ്മുടെ യജമാനന്റെ അടിമയായി തന്നെ ആ കാത് കുത്തി അനുഭവം. സ്തോത്രം. ആ അടിമ സ്തോത്രം തനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ അടിമയെ പിടിച്ച് കട്ടളക്കാരനോട് ചേർത്ത് വെച്ചിട്ട് കാത് കഴിക്കും. ആരെങ്കിലും ഈ കാത് കിഴിക്കുന്നത്, കാതിൽ കിഴുത്തുള്ള ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ, ഈ അടിമയെ കണ്ടു കഴിഞ്ഞാൽ ആരും പിന്നെ ആ മനുഷ്യൻ മേടിച്ചു പോകില്ല. അത് ഈ യജമാനൻ എന്നേക്കുമായി സ്വന്തമാക്കി തീർത്ത അനുഭവമാണ്. സ്തോത്രം. ഇതുപോലത്തെ സ്തോത്രം യജമാനന് സ്വന്തമാക്കി തീർത്ത അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ സ്വന്തമാക്കി തീർക്കുന്ന അനുഭവത്തിലേക്കാണ് നമ്മളെ കർത്താവ് ഓരോ പ്രോസസ്സും കടത്തിവിടുന്നത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്ക് തന്നല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ ദാസന്മാർ നമ്മൾ ചെയ്യേണ്ടതേ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളൂ. സ്തോത്രം. അത് മാത്രമേ നമ്മൾ കാലഘട്ടത്തിൽ ചെയ്യുവാനുമുള്ളൂ. ആയതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മുടെ പ്രവൃത്തി വിശ്വസ്തയോടെ തുടർന്ന് മുൻപോട്ട് പോകാൻ കർത്താവ് നമുക്ക് എല്ലാ വിധത്തിലുമുള്ള ആവശ്യവും എല്ലാവർക്കുള്ള അനുഗ്രഹങ്ങളും ദാനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ യാത്ര നമുക്ക് മുൻപോട്ട് തുടരാം. സ്തോത്രം. എനിക്ക് എനിക്ക് ശുശ്രൂഷിക്കുക. പിന്നെ നീ യജമാനന്റെ ഇഷ്ടം നിവർത്തിച്ച് കഴിയുമ്പോൾ അതിന് ശേഷം ഒരു അടിമയായ മനുഷ്യന്, ഈ ദാസനായ മനുഷ്യന് വല്ലതും കഴിപ്പാനുള്ളൂ. സ്തോത്രം. അപ്പോഴും ഇവനൊന്നും ഒന്നും ബോസ് ചെയ്യാനൊന്നുമില്ല. സ്തോത്രം. അവന് വേണേ പറയാം, ഞാൻ ഇത്രത്തോളം കഠിനമായി അധ്വാനിച്ചു, നിങ്ങൾ വീട്ടിലിരുന്നാലേ നിങ്ങൾക്ക് അല്പമെങ്കിലും ഒന്ന് ചെയ്ത് എനിക്കൂടെ ഒരു തുള്ളി വെള്ളം തരുവാൻ അല്ലെങ്കിൽ ആ സ്തോത്രം നിങ്ങൾക്ക് കഴിയില്ലെന്നത് മനുഷ്യനാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം മൃഗത്തിന് തുല്യമായ മനുഷ്യനാണോ എന്നൊക്കെ ഈ ദാസന് ചോദിക്കാൻ കഴിയും. എന്നാൽ ഈ ദാസൻ എന്താ പറയുന്നത്? സ്തോത്രം നിങ്ങളോട് എന്താ പറയുന്നത്? അതുകൊണ്ടും തന്നെ സ്തോത്രം നിങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന് സ്തോത്രം അല്ലെങ്കിൽ അത് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമേ നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാനുള്ളൂ. എന്നാൽ ഒരുക്കപ്പെടുന്ന നമ്മുടെ ഇമേജിനെ കണ്ട നമ്മുടെ സ്വന്തം സാദൃശ്യ, ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തെ നമ്മളിൽ കണ്ട കർത്താവിന്റെ സ്ഥിതിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ കടന്നുപോയ അവസ്ഥകൾ, നമ്മൾ ശ്രദ്ധിച്ച നിന്നകൾ, പ്രശ്നങ്ങളൊക്കെ സ്തോത്രം ദൈവം തമ്പുരാൻ കണക്ക് ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ യാത്രാ മുന്നേറുവാനിടയാകട്ടെ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഇടയാകട്ടെ. പുസ്തകത്തിലേക്ക് ഞാൻ പിന്നെ സ്തോത്രം അതിന്റെ 7ാമത്തെ വാക്യത്തിൽ അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ 8ാം അധ്യായം അതിന്റെ 17ാമത്തെ വാക്യം. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും ഉത്സവവും വിരുന്നുമുണ്ടായി. സ്തോത്രം. യഹൂദന്മാരുടെ പേര് ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. സ്തോത്രം. സ്വന്തം ജാതികളല്ലാത്ത അല്ലെങ്കിൽ പുറംപറമ്പിൽ കിടക്കുന്ന ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വരുവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത അനേകരും കൂടെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനുണ്ട്. കർത്താവിന്റെ വിരുന്നുശാലയിലേക്ക്, കർത്താവിന്റെ ഹല്ലേലൂയ മഹത്വപരമായ ഹല്ലേലൂയ അവസ്ഥകളിലേക്ക് സ്തോത്രം ചേർക്കപ്പെടുവാനും ആ ഒരു പ്രവൃത്തിയുടെ ഈ ഭൂമിയുടെ മരത്തിൽ ഇനി നടന്ന്
കാണേണ്ടത്. അതിന്റെ ഒരു പ്രക്രിയയിലാണ്, ഒരു പ്രോസസ്സിലാണ് ഇന്ന് പകലിലും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. നമ്മളെ കൊന്നുമുടിച്ചു കളയുവാനാണ് രൂപയാണ് ലേഖനങ്ങളാണ് എഴുതി പോയിരിക്കുന്നത്. എന്നാൽ മറുവശത്തോട് ഇതാ വരുന്നു, സ്തോത്രം, ദൈവസന്നിധിയിൽ നിന്നുള്ള മറ്റൊരു ലെറ്റർ. ഹല്ലേലൂയ. ആ ദുഷ്ടൻ പ്രബലനാകുവാൻ ഒരിക്കലും അനുവദിക്കില്ല. കർത്താവിന്റെ സന്നിധി നമ്മുടെ വേലത്ത് വെച്ച് നമുക്ക് കടന്നു പോകാം. സ്തോത്രം. ജാതികളായിരിക്കുന്ന അനേകാര്യങ്ങളും കൂടെ ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഇനിയുമുണ്ട്. അതുകൊണ്ട് ആ പ്രവൃത്തി തികച്ചെടുത്ത് നമുക്ക് മുൻപോട്ട് പോകാൻ ഇടയാകട്ടെ. തുടർന്ന് ലൈനിൽ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ആവശ്യമാകുന്ന എല്ലാ കൃപകളും കൊടുത്ത് ദൈവകൃപയിൽ നിലനിർത്തട്ടെ. കഴിഞ്ഞ രാത്രി മുഴുവനും കർത്താവിന്റെ സന്നിധി പോരാടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ അല്ലെങ്കിൽ അനേകരെ സഹായിച്ചല്ലോ. കർത്താവിന്റെ കൃപ ധാരാളമായി ഉണ്ടാകട്ടെ. സ്തോത്രം. പ്രാർത്ഥനയ്ക്കായിട്ട് മറ്റൊരു വിഷയം കൂടെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എന്റെ ഇളയ മകന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ വളരെ നന്നായിട്ട് കടന്നുപോയി. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അഡ്മിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഇന്റർവ്യൂ നന്നായിട്ട് കടന്നുപോയി. റിസൾട്ട് അറിഞ്ഞില്ല. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് ഹല്ലേലൂയ ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ മകൻ ഇതുപോലെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവന് ഇന്ന് ഉച്ച കഴിഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ട് ഉച്ചയ്ക്ക്. സ്തോത്രം. അതിനു വേണ്ടിയിട്ട് ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്ക് പറയുവാൻ കഴിയുന്നില്ല. കർത്താവ് ഏത് സാഹചര്യങ്ങളിൽ, ഏത് സാഹചര്യങ്ങളുടെ തലമുറകളെ നിർത്തിയാലും ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ഉച്ചത്തിൽ നിന്ന് കർത്താവിന്റെ വിജയത്തിന്റെ കൊടി, കർത്താവിന്റെ നാമത്തിന്റെ കൊടി ഉയർത്തി പറപ്പിപ്പാൻ കർത്താവിന്റെ തലമുറകളെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ഒക്കെ സഹായിക്കട്ടെ. അതിനുവേണ്ടി തന്നെ നമ്മൾ മുമ്പോട്ട് യാത്ര തുടരാം. കർത്താവിനെ സഹായിക്കട്ടെ. വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ലൈനിൽ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നൽകപ്പെട്ട നല്ല അവസരത്തിൽ കർത്താവിന്റെ വഴികൾ അടിയങ്ങൾക്കായി തുറക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചിന്തിച്ച് നേരിടുന്ന പ്രതികൂലങ്ങൾ വന്ന് ഞങ്ങളുടെ മനസ്സിനെ തളർത്തി കളയുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ അക്ഷരീയമായി ഞങ്ങളോട് കൽപ്പിക്കുന്ന കർത്താവിന്റെ ദാനങ്ങൾക്ക്, വചനങ്ങൾക്കായി അടിയങ്ങൾ അങ്ങേ മഹത്വപ്പെടുന്നു. തിരുമേനി, സ്വർഗീയ സമാധാനത്താൽ അടിയങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പ്രവൃത്തി തൃപ്തിപരമായി ചെയ്തെടുക്കാനുള്ള പ്രാപ്തി അടിയങ്ങൾക്ക് തരണമേ. നിത്യ നന്മകളാൽ നിങ്ങളെ നിറയ്ക്കണമേ. നിത്യ സന്തോഷം നിറയ്ക്കണമേ. അവിടുത്തെ ഹിതങ്ങൾ തൃപ്തിപരമായി തികച്ചെടുക്കുവോളും ഈ പ്രക്രിയയിൽ നിന്ന്, ഈ പ്രവൃത്തിയിൽ നിന്ന് അല്പം പോലും ഞങ്ങൾ പിന്മാറിപ്പോകാനിട വരാതെ ദൈവകൃപയിൽ കാക്കണമേ. വചനം പങ്കിട്ട് അവിടുത്തെ കൃത്യനായി സ്തോത്രം ആരാധന ലീഡിയവർക്ക് കഴിഞ്ഞ രാത്രിയിലെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ഒക്കെ ചെയ്ത സകല പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങനെ അവിടുത്തെ ഇഷ്ടങ്ങൾ നിവർത്തിച്ച് ജയകരമായി കടന്നുപോകാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ നാട്, ഈ ലോകം ഞങ്ങൾ വിടുമ്പോൾ കർത്താവ് ഞങ്ങൾക്കായി ഒരു നല്ല ഭാവി ഒരുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ലോകത്തിൽ അതിനു മുൻപേ ഞങ്ങൾ കഷ്ടവും ദുഃഖവും പ്രയാസവും സങ്കടവും ഒക്കെ ഞങ്ങൾക്ക് അടിക്കടി നേരിട്ടാലും, ഞങ്ങൾ വിട്ടിട്ട് മാറിപ്പോകണം, ഓടിപ്പോകണമോ എന്നൊക്കെ ചിന്തിച്ചാലും, ഞങ്ങളുടെ ആസ്തികളെ തുളയ്ക്കും വണ്ണം അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളെ നേർവഴി നടത്തണമേ എന്നെ അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ലൈനിൽ വന്ന് ആരാധന ലീഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന, വചനം ഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സകല പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ ഇന്നേ ദിവസം അടിയങ്ങൾക്ക് ജയത്തിന്റെയും സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും നല്ല വാർത്തകൾ കേൾക്കുന്നതിന്റെയും ദിവസമായി മാറട്ടെ. ഞങ്ങളുടെ അപേക്ഷകളൊക്കെയും അവിടുന്ന് കൈക്കൊണ്ട് തിരുനാമം മഹത്വപ്രകാരം ഞങ്ങളെ മുൻപോട്ട് നടത്തണം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സർവമഹത്വം അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഉണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ പകൽക്കാല ഹല്ലേലൂയ സ്തോത്രം. തിരുസന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തോത്രം ആരാധിപ്പാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവവചനത്തിൽ നിന്ന് ഹല്ലേലൂയ ശക്തമായ ഹല്ലേലൂയ ആമേൻ അവിടുത്തെ ഹല്ലേലൂയ ദൂതറിയിപ്പാൻ ഹല്ലേലൂയ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയവർക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. കേട്ട വചനം അത് ശ്രദ്ധയോട് കേട്ട് അതനുസരിച്ച് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നിന്റെ വചനം ഹല്ലേലൂയ ഞങ്ങൾ ഭക്ഷിക്കുന്തോറും ഹല്ലേലൂയ ഞങ്ങൾ ശക്തി പ്രാപിച്ച് ഹല്ലേലൂയ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഹല്ലേലൂയ ആമേരബി കോടിയരബസിക്കര ബൗഡറബ ശമ്പലാറബ ഞങ്ങളെ ഓരോരുത്തരേതിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ കർത്താവേ. ഹല്ലേലൂയ നിന്റെ സന്നിധി ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ആമേൻ അതിന് പ്രതിഫലമുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾപ്പിച്ചല്ലോ അപ്പാ, നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങളെ പേരുപേരായി സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അടിയന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. പ്രേരണ മുറ്റുമായി സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ സേവിക്കുന്ന ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം കർത്താവേ. നിന്റെ പാദപീഠത്തിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഓർക്കാതെ മനം പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ രക്തത്താൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ നോട്ടം നിരൂപണ സംസാരയുടെ ബാധകൾ ചിന്താമണ്ഡലങ്ങൾ വന്നുപോയിട്ടുള്ള സകല കുറവുകളെ നീക്കി കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഓരോരുത്തരെയും ഹല്ലേലൂയ അടിയനെയും ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കും. തുടർന്നും പ്രാർത്ഥനയിൽ പോരാടുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. എന്നെ മക്കൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ജനത്തിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉദ്ധരിപ്പാൻ ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി ബലപ്പെടുവാൻ പകൽക്കാലം ഇടയാക്കണം. ആമേൻ. എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുക. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഈ പ്രയർ ലൈനില് ഏതാണ്ട് ശബ്ദമൊക്കെ ഈ കൊട്ടോ ഏതാണ്ടൊക്കെ ഈ വീടുകളിലെ പാത്രങ്ങളാണോ അതോ എന്തെങ്കിലും പണിയാണോ ഒന്നും അറിയത്തില്ല. പ്ലീസ് ലോർഡ് പ്ലീസ് അത് മ്യൂട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കോളം ദൈവം സഹായിച്ചു. രാവിലെ പാസ്റ്റർ ജോസഫ് മാത്യു ആമേൻ തന്റെ ദാസൻ പറഞ്ഞ വിഷയങ്ങൾ ഹല്ലേലൂയ. അതുപോലെ തോമസ് മുളയ്ക്കൽ ഹല്ലേലൂയ അവർ പറഞ്ഞ ആമേൻ ദൈവത്തിന്റെ വചനം അത് സമ്മറി ചെയ്ത കർത്താവിന്റെ ദാസൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് എന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സമയങ്ങൾ കടന്നു വന്ന ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറഞ്ഞു വരുവാൻ ദൈവഭക്തന്മാരെ ദൈവം ഒരിക്കലും അതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം പിന്നെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ല ഇനിയും നാളുകൾ നമ്മുടെ ആധികത്തോട് വന്ന പാട്ടുപാടി നമ്മൾ ഹല്ലേലൂയ കാത്തിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഉടലറബി ശബ്ദലോ റബിനിക്കട മനസ്സിക്കര ബൗഡറബ ഹല്ലേലൂയ. പ്രതിഫലം തരുന്നത് ദൈവമാണ്. പ്രവൃത്തി കർത്താവിന് വേണ്ടി ചെയ്യുന്നവോ ഹല്ലേലൂയ തിരുവിധ പ്രകാരം ചെയ്യുന്നവോ ഹല്ലേലൂയ അതിനൊക്കെ പ്രതിഫലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രാവിലെ കർത്താവിന്റെ ദാസൻ ജോസഫ് മാത്യു പറഞ്ഞ വിഷയം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മോശ പ്രതിഫലം നോക്കാതെ ഹല്ലേലൂയ രാജകൊട്ടാരത്തിലെ സുഖം വാസം ഓർക്കാതെ പ്രൈസ് ലോർഡ് ആമേൻ ഹല്ലേലൂയ ജനത്തിനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ മാരുഭൂമിയിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് വലിയ ധനമെന്ന് എണ്ണുവാൻ തക്കവണ്ണം ദൈവം ദാസനിടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ കർത്താവിന്റെ ദാസൻ എന്ന് പകൽക്കാലം പറഞ്ഞതുപോലെ ഒരു യോഗ്യതമില്ലാത്ത നമ്മളെ ഹല്ലേലൂയ ഓ ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ അടിമത്തത്തിൽ നമ്മളെ വിടിവിച്ചെടുത്തു. ഹല്ലേലൂയ. തേജോമയനായ കർത്താവിന്റെ രക്തം കൊണ്ട് ഹല്ലേലൂയ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി മക്കളും അവകാശികളുമാക്കി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തേശുവിൽ നിങ്ങൾ നിറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം പ്രൈസ് ദി ലോർഡ് ആ വാഗ്ദത്തം നമുക്ക് ദൈവമക്കളെ കിട്ടിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ യോബിന്റെ പുസ്തകം
പുസ്തകം വായിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, യോബ് ഹല്ലേലൂയ, ആമേൻ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുപോലെ ശബ്ദത്തെ മേശയ്ക്ക് അദ്ദേഹത്തിന് പറഞ്ഞ വിഷയമാണ്. ആമേൻ. അവർ എന്നെ അവൻ എന്നെ വിടിവിച്ചാലും എന്നെ വിടിവിച്ചില്ലേലും അവൻ എന്നെ വിടിവിച്ചാലും ഈ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ധൈര്യത്തോടെ പ്രത്യാശയോടെ ആമേൻ ക്രിസ്ത്യ ജീവൻ നയിക്കാൻ തക്കണം ദൈവം നമ്മളെ രക്ഷിക്കുകയാണ്. അവരെ കോടി മനസ്സിക്കര ബൗഡാതെ ആ പ്രത്യാശയിൽ നമുക്ക് മുന്നേറാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അനേക വിഷയങ്ങൾ, അനേക ഉദാഹരണങ്ങൾ പിന്നെയും അവിടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പ്രിയമുള്ളവരെ, ദൈവം ഏൽപ്പിച്ചിട്ടില്ലാത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഏൽപ്പിക്കുന്നത് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെതായ രീതിയിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് പ്രസാദമായത് ചെയ്യുവാൻ തക്കവണ്ണം രഹസ്യത്തിൽ തരുന്ന നമ്മളെ കേൾക്കുന്ന നമ്മുടെ കർത്താവ് പരസ്യമായി പ്രതിഫലം തരുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളെ കേൾപ്പിച്ച ഈ വചനത്തിന്റെ ഹല്ലേലൂയ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുക ഈ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ വിഷയങ്ങൾ കൂടി കടന്നു പോകുന്നു. നമുക്ക് അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിപ്പാനുണ്ട്. അനേകം നമ്മുടെ പേഴ്സണായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. ഈ രാജ്യത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കലാപങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടാകാതെ വേണം ആമേൻ, സ്തോത്രം, കാര്യങ്ങളെ ക്രമീകരിച്ചു കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ആമേ കാര്യസ്ഥനിൽ നമ്മുടെ വിഷയം അറിയണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ലോകപ്രകാരം കോടതികളിൽ കടന്നു പോകുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. റബി കോടി മനസ്സിക്കര ബൗഡ റബി ശബ്ദലാറബ ഇക്കര ബൗഡ നമ്മുടെ അപേക്ഷ കേൾക്കുന്ന ഒരു സ്വർഗീയ രാജ്യം നമുക്ക് വേണ്ടിയുണ്ട്. അവൻ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ അവൻ ദുഃഖക്ഷമ കാണിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ ഹല്ലേലൂയ, ക്രിസ്ത്യാനിയുടെ ഹല്ലേലൂയ പ്രിൻസിപ്പിളിന്റെ മൂല്യം ആമേൻ മാറ്റുവാൻ നോക്കുന്ന അന്ധകാര ശക്തികൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ഹല്ലേലൂയ അതിന്റെ സ്വാധീനത ചെലുത്തുവാൻ നോക്കുന്ന ആമേൻ ഹല്ലേലൂയ ഫുൾ കൺട്രോൾ ചെയ്യുവാൻ നോക്കുന്ന ഒരു മേഖലയാണ് ഈ പ്രസിഡൻസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഉടലറബി കോടി മനസ്സിക്കര ബൗഡ അങ്ങനെ അവരെ അജണ്ടകൾ ഹല്ലേലൂയ അവരുടെ ആശയങ്ങളൊക്കെയും സ്കൂളുകളിലൊക്കെയും കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനൊക്കെ വേണം ഇടയാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബാരബി കോടി മനസ്സിക്കര ബൗഡറബ ശബ്ദലാർബ പലപ്പോഴും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമ്മളെന്തോ ചെയ്യാനാ? ദൈവത്തിന് സ്തോത്രമൊക്കെ വരുന്ന സമയത്ത് നിന്നോളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊന്നും പിടിച്ചു നിർത്താനൊക്കത്തില്ല. ഹല്ലേലൂയ. അതൊക്കെ സമയങ്ങളൊക്കെ ഒരു കർത്താവിന്റെ വചനത്തിലും അങ്ങനെ പറയുന്നല്ലോ എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. പ്രവർത്തിക്കുന്ന ദൈവമാണ്, നിശ്ചയിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആലോചന വലിയവനാണ്, പ്രവൃത്തി ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇപ്പോഴത്തെ ഹല്ലേലൂയ വിഷയങ്ങൾ നമ്മൾ അറിയുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രസിഡന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, വൈസ് പ്രസിഡന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പുതിയ ഭരണഘടന കടന്നു വരുന്നു, നമ്മൾ കേൾക്കുന്നു. അത് നമ്മൾക്കറിയത്തില്ല. അതിന്റെ റിസൾട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം സകലതും നിവർത്തിക്കുന്ന ദൈവമാണ്. ആ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കാം. ആര് കടന്നു വന്നാലും എന്ന് വെച്ചാൽ എന്നുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ ദൈവ ഭയമുള്ള ഒരാൾ കടന്നു വരണം. അതാണ് നമ്മുടെ കാര്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് ഹല്ലേലൂയ ആമേൻ കൈത്താങ്ങൽ കൊടുക്കുന്ന ഭരണകൂടമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സുവിശേഷത്തിനുള്ള വാതിലുകൾ തുറന്നു കിട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പല മാധ്യമങ്ങൾ കൂടി കർത്താവിന്റെ വചനം ശ്രമിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചില സ്ഥലങ്ങളിൽ ജീവിതങ്ങൾ കടന്നുപോയി സുവിശേഷം പറയുവാൻ കഴിയാത്ത പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആ മാധ്യമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ശക്തമായി കർത്താവിന്റെ വചനം ഈ രാജ്യങ്ങളിൽ ലോകരാജ്യങ്ങൾ അറിയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കൾ വിടിവിക്കപ്പെടണം. ഈ ശബ്ദത്തെ മറച്ചു വെക്കാതെ ഉള്ളതുപോലെ സംസാരിപ്പാൻ കർത്തദാസന്മാരെ, കർത്താവിന്റെ വേലക്കാരെ ദൈവം ഹല്ലേലൂയ ഒരുക്കണം. ദൈവത്തിന് സ്തോത്രം. മായമില്ലാത്ത ഈ ദൈവത്തിന്റെ വചനം ശക്തമായി
ശക്തമായി സംസാരിപ്പാൻ, അഭിഷേകത്തോട് അധികാരത്തോട് സംസാരിപ്പാൻ കർത്താവിനെ ദൈവം ഒരുക്കണം. ധൈര്യശാലികളെ കർത്താവ് ദിവസങ്ങളിൽ, വേലക്കാരെ കർത്താവ് ദിവസങ്ങളിൽ ഇറക്കണം. പൈശാചിക മണ്ഡലങ്ങളെ തകർത്തുകളെ തക്കവണ്ണം ആമേൻ. അന്ധകാര ശക്തി മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം മറച്ചു വെച്ചുകൊണ്ട് സത്യങ്ങളെ ഗ്രഹിക്കാതെ വണ്ണം, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്, ജീവന്റെ നാഥനെ അറിയാതെ വണ്ണം ഇരിക്കുന്ന ജീവിതങ്ങളിൽ കർത്താവിന്റെ ഈ വചനം പോകണം. പ്രൈസുള്ള അങ്ങനെ രാജ്യങ്ങള്, പട്ടണങ്ങള്, ആമേൻ, വില്ലേജുകളിലെല്ലാം ദൈവത്തിന്റെ അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്.